السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ അൻആം 142. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. 8 أزواج من الضأن 2 ومن المعز 2. قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين نبئوني بعلم إن كنتم صادقين. ومن الإبل 2 ومن البقر 2. قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين أم كنتم شهداء إذ وصاكم الله بهذا فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين. قل لا أجد فيما أوحي إلي محرما على طاعم يطعمه إلا أن يكون ميتة أو دما مسفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇൽമിന്റെ ഈ മജ്‌ലിസിൽ ഖുർആന്റെ സദസ്സിൽ നമ്മളെ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ സദസ്സിലെത്തിയതിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ. അല്ലാഹു തആല നാളെ പരലോകത്ത് ഖുർആൻ ഒരു വിഭാഗത്തിന് അനുകൂലമായി സാക്ഷി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ രോഗികൾക്കും രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
സൂറത്തുൽ അൻആമിലെ 142 മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. നമ്മളൊന്നിങ്ങനെ താങ്ങിയതാണ് തുടങ്ങാൻ, കാരണം നല്ല മഴയുള്ള. അപ്പോൾ വരുന്നവരെ നല്ല ബുദ്ധിമുട്ടായിട്ടാണ്, കാരണം ഈ ബൈക്കുമിലൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഏതായാലും സാരല്ല, അള്ളാഹിന്റെ റഹ്മത്തല്ല. കാരണം ഈ വർഷം നമ്മൾ വെള്ളമില്ലാതെ അധിക കുടുംബവും ബുദ്ധിമുട്ടായിട്ടില്ല. കാരണം മറ്റേത് നമുക്ക് ഇങ്ങനെ കാണാം വെള്ളം അടിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊന്നും അള്ളാഹു നൽകിയിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പൊ കാലവർഷം നേരത്തെ എത്തിയതുപോലെയാണ്. ഏതായിരുന്നാലും നമ്മൾ ദുആ ചെയ്യേണ്ടത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അതിര് വിട്ട് പടച്ചോൻ നൽകിയാൽ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും ഒക്കെ അള്ളാഹ്ക്ക് 2 നിലക്ക് തരാന്നുള്ളതാണ്. റഹ്മത്തിൻ്റെതായിട്ട് അങ്ങനെ തന്നെ നിലനിർത്താം, അല്ലെങ്കിൽ വലിയൊരു പരീക്ഷണമായിട്ട് അമിതായിട്ട് നൽകിയിട്ട് അങ്ങനെ നൽകാം. അപ്പം അങ്ങനെ വരുന്നതിനെ തൊട്ടൊക്കെ അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ കാറ്റും കോളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരുപാട് അപകടങ്ങൾക്ക് സാധ്യത ഉണ്ട്. വീടുകൾ, മരങ്ങൾക്കിടയിലാണ് നമ്മളെ വീടുകളൊക്കെ. ഇന്നലെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലേ, വലിയ ഷീറ്റ് ഒന്നായിട്ട് പാറുകയാണ്. അതൊക്കെ വെറുതെ അവിടെ കൊണ്ടുപോയി വെച്ചതുപോലെ ഉണ്ട് കണ്ടാൽ. അങ്ങനെ തന്നെ കൊണ്ടുപോയി റോട്ടിലിടുന്നത് കണ്ടാൽ അതൊക്കെ ആ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ. എല്ലാം നമുക്ക് പാടാണ്, എവിടെയും സുരക്ഷിതല്ല. നമ്മളെ തൊട്ടടുത്ത് കണ്ടില്ല നിങ്ങൾ റോഡിന്റെ അവസ്ഥ, പിന്നെ നമ്മളെ കൂരിയാണ്. നമ്മളിങ്ങനെ വെറുതെ അഹങ്കരിക്കും എല്ലാം തകഞ്ഞു എന്നൊക്കെ. പിന്നെയാണ് നമ്മളിങ്ങനെ കാണുന്നത് ഒന്നും കുറ്റമറ്റതല്ല എന്നുള്ളത്. അപ്പൊ ഇതാണ് അവസ്ഥ. പടച്ചവനൊരു പരീക്ഷണം തന്നാൽ എല്ലാം മുടങ്ങാൻ വളരെ പെട്ടെന്നുണ്ട്. അപ്പൊ ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ദ്വാരക്ക് അള്ളാഹു തആല എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം നമുക്ക് ദുആ ചെയ്യാം. ഇത് നോക്കൂ, നമ്മൾ ഓതി വെച്ച ആയത്തുകൾ, ഓതി വെച്ച 2-3-4 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൽ അൻആമി ഹമൂല. ഇതിന്റെ തൊട്ട് മുമ്പ് അല്ലാഹു തആല തോട്ടങ്ങളെ സൃഷ്ടിച്ചത്, പന്തലുകളുള്ള തോട്ടം ഇല്ലാത്തത്, ഈന്തപ്പന, അങ്ങനെ തുടങ്ങിയിട്ട് ഒലീവ്, റുമ്മാന്, അങ്ങനെ കുറെ പറഞ്ഞല്ലോ. അതുപോലെ തുടർന്ന് പറയണം, വമിനൽ അൻആമി ഹമൂല. നാൽക്കാലി മൃഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഭാരം ചുമക്കുന്ന മൃഗങ്ങളെയും സൃഷ്ടിച്ചു. ഹമൂലത്ത് എന്ന് പറഞ്ഞാല് ഭാരം ചുമക്കാൻ പറ്റുന്ന ഒട്ടകത്തെ പോലെയുള്ള മൃഗങ്ങൾക്കാണ് ഹമൂലത്ത് എന്ന് പറയുന്നത്. ഭാരം ചുമക്കാൻ പറ്റാത്ത മൃഗങ്ങളെയും, ഫർഷ് കൊണ്ട് ഉദ്ദേശം ആടുകളൊക്കെയാണ്. അല്ലെങ്കിൽ ഫർഷിന് എന്തർത്ഥമുണ്ട്? അവകളെ അറുത്തിട്ട് തിന്നാൻ പറ്റുന്നത്. അതായത് ഭാരം ചുമക്കാനോ യാത്ര പോകാനോ നല്ല കാര്യമായിട്ടും അത് ഭക്ഷ്യവസ്തുക്കളായിട്ട് അറുത്തിട്ട് തിന്നാൻ പറ്റിയത്. മാത്രമല്ല ഫർഷ് എന്ന് അതിന് ഉപയോഗിച്ചത് അതിൻ്റെ തോല്, അതിൻ്റെ രോമങ്ങള്, അതൊക്കെ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം. രോമങ്ങളെ കൊണ്ട് കമ്പിളിയും മറ്റുമൊക്കെ ഉണ്ടാക്കും. പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ആടുകളുടെ രോമങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്. അതുപോലെ തോല് അത് ശുദ്ധിയാക്കിയിട്ട് അതുകൊണ്ടൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് നല്ല വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെയാണ്. ഇന്നത്തെ പോലെ വിപുലമായ സൗകര്യങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഉദ്ദേശം. ഇത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് എന്നാണ് അള്ളാഹു എടുത്തു പറയുന്നത്. വമിനൽ അൻആമി ഹമൂലത്തൻ വഫർശാ. നാൽക്കാലികളിൽ നിന്ന് അവന് ഭാരം ചുമക്കുന്ന മൃഗങ്ങളെയും അറുത്ത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗങ്ങളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. അവനാണ് സൃഷ്ടിച്ചത്. കുലൂ മിമ്മാ റസഖകുമുല്ലാഹ്.
എന്നിട്ട് നമ്മളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ, ഭക്ഷിച്ചോളൂ. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, പിശാചുക്കളുടെ കാൽപ്പാടുകളെ ഒരിക്കലും നിങ്ങൾ അനുധാവനം ചെയ്യരുത്. അതവിടെ പറയാനുള്ള കാരണം എന്താ അറിയോ? ചില ഒട്ടകങ്ങളെ അത് ഇന്ന വിഗ്രഹത്തിനാണ്, അത് ഇന്ന വിഗ്രഹത്തിനാണ് എന്ന് പറഞ്ഞ് ഒട്ടകങ്ങളെ ഒരു നേർച്ചയാക്കി വെക്കുകയാണ്. ആ ഒട്ടകത്തിനെ പിന്നെ ആർക്കും അറക്കാൻ പാടില്ലാന്ന് ഒരു ഒട്ടകം. അതുപോലെ ആടുകളെ. പിന്നെ ചിലത് അവർ പറയാണ് അതിന്റെ പാല് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഓരോ മൃഗങ്ങളെ മാറ്റി വെച്ചല്ലേ. ഇതാളപ്പോ നമ്മളിതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത്. ചിലത് ആണുങ്ങൾക്ക് തിന്നാൻ പറ്റില്ല, ചിലത് പെണ്ണുങ്ങൾക്ക് തിന്നാൻ പറ്റില്ല, ചിലത് ഗർഭസ്ഥ ശിശുവിനെ തിന്നാൻ പറ്റൂല, അത് ചത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഓരോ കുറേ മസാലകൾ ഉണ്ടാക്കി. അതൊക്കെ യഥാർത്ഥത്തിൽ പിശാച് പ്രേരിപ്പിച്ചതാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. പിശാച് പ്രേരിപ്പിച്ചതാണ്. അതൊക്കെ പിശാചിന്റെ പ്രേരണകാരനാണ്. അവനാണ് ഇങ്ങനെ ഒരുപാട് ഐഡിയകൾ മനുഷ്യന് കൊടുക്കുന്നത്. അപ്പോ അതാണ് വളരെ വ്യക്തമായിട്ട് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നുണ്ട്. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ, തീർച്ചയായിട്ടും പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു. പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. വ്യക്തമായ ശത്രുവാണ് പിശാച്. അതുകൊണ്ട് അവന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അപ്പൊ ഇവിടെ ഈ ആയത്ത് നമുക്ക് നൽകുന്നൊരു സന്ദേശം, ഒരു വലിയ നിഅമത്തായിട്ടാണ് അല്ലാഹു തആല നമുക്ക് ഈ നാൽക്കാലി മൃഗങ്ങളൊക്കെ നൽകിയത്. ഇതെല്ലാം പെട്ടു. പ്രത്യേകിച്ച് അവിടെ ഹമൂലത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളാണ്. കാരണം ഭാരം ചുമക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു മൃഗമാണ് ഒട്ടകം. ഏതുപോലെ വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാഹ്, വലിയ ഒട്ടകങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ ഒരു ചിഹ്നമാക്കിയിരിക്കുന്നു. അവിടെ ഈ ബുദ്ന് എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ ബലിമൃഗത്തിനാണ്. അതുകൊണ്ട് ഉദ്ദേശം ഒട്ടകാണ്. പക്ഷേ ആ ആയത്തിന്റെ അവിടെ അതിലെല്ലാം പെട്ടു. ഒട്ടകം പെട്ടു, മാടുവർഗം പെട്ടു, ആടുവർഗം പെട്ടു. ഭീമാകാരമല്ലെങ്കിലും ഒളിഹ്യത്തിന് ആട് പറ്റുന്നത് കൊണ്ട് ആടും കൂടിയിൽ പെടുത്തിയിട്ടാണ് അവിടെ ഉദ്ദേശം. ഇവിടെ ഹമൂലത്ത് എന്ന് പറഞ്ഞ കാര്യമായ ഉദ്ദേശം ഒട്ടകാണ്. ഒട്ടകം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു അത്ഭുത ജീവിയാണ്. അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ അറബികൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളൊരു ജീവിയായതുകൊണ്ട് ആ ജീവിയെ പറ്റി മാത്രം ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം ഗ്രഹിക്കാൻ അതിൽ നിന്ന് സാധിക്കുമായിരുന്നു എന്നാണ്. അതാണ് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, ഒട്ടകത്തെങ്ങനെയാണ് പടക്കപ്പെട്ടത് എന്ന് പറയാൻ കാരണം അതാണ്. ഒട്ടകത്തിലേക്ക് മാത്രം ചിന്തിച്ചാൽ മതി. മരുക്കപ്പലാണ്, മരുഭൂമിയിലൂടെ അതങ്ങനെ യാത്ര പോകും. ഭയങ്കര സഹിഷ്ണുവാണ് ആ ജീവി. ഈ ഹൈൽമ് എന്ന സവിശേഷത ആ മൃഗത്തിന് അള്ളാഹു നല്ലോണം കൊടുത്തു എന്നാണ്. ഹൈൽമ് എന്ന് പറഞ്ഞാൽ അഴിൽമല്ല, അത് അറിവ്. ഹൈൽമ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത. വെള്ളം ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിലും പണി അങ്ങനെ എടുക്കും. പിന്നെ വെള്ളം കിട്ടുമ്പോൾ വല്ലാത്തൊരു ആക്രാന്തം ഉണ്ടാവുന്ന. അതാണ് പരിശുദ്ധ ഖുർആനിൽ നരകത്തിലെ ചുട്ട് തിളക്കുന്ന വെള്ളം ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കുന്നത് പോലെ കുടിക്കുന്ന ഖുർആൻ പറയുന്നുണ്ട്. ഈ ഒട്ടകത്തിന് വെള്ളം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും അതിനോട് തെളിച്ചാൽ അങ്ങനെ പണിയെടുക്കും. പക്ഷെ കാണുമ്പോൾ പിന്നെ ഒരു ആക്രാന്തം ഉണ്ടാവും വെള്ളം. അതുകൊണ്ടാണ് നരകത്തിൽ നരകാവകാശികൾ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു വലഞ്ഞ് പരവശരായി ഇടങ്ങാറാവുമ്പോൾ അല്ലാഹു തആല അവർക്ക് ചുട്ട് തിളക്കുന്ന വെള്ളം കുടിക്കുമ്പോൾ ഇതിനെ കൊണ്ട് കഴിയില്ല അറിഞ്ഞിട്ട് മാറിക്കൂല, അതാണ് കുടിക്കും. അവിടെ ഖുർആൻ ഉദാഹരണം പറയുന്നത് ദാഹിച്ചു വരഞ്ഞ ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെയാണെന്നാണ്. ഏറ്റവും കൂടി കുടിക്കും. അള്ളാഹു അത്തരം അദാബിനെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ.
അപ്പൊ ഇവിടെ ഹമൂലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. ഇനി അവിടെ നമ്മൾ ഒരു സന്ദേശം എന്താ വെച്ചാല് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോ ഈ മൃഗങ്ങളൊക്കെ അത് അറ്റങ്ങളെ പ്രയാസപ്പെടുത്തലല്ലേ എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ? അങ്ങനെയല്ല. അത് ചില ആൾക്കാർ ഈ മൃഗസ്നേഹികൾ മൃഗത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പറയുള്ളൂ. ചിലപ്പോൾ അങ്ങനെ സിംബോസിയത്തിൽ സെമിനാറിലൊക്കെ പങ്കെടുത്ത് ഉദീഹത്തിനെതിരൊക്കെ സംസാരിക്കും. അതൊക്കെ മൃഗങ്ങളെ പ്രയാസപ്പെടുത്താണ് എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രഭാഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ട് അവിടെ ഫുഡിന് ഓർഡർ ചെയ്യുമ്പോൾ നല്ല ഫിഷ് വരട്ടെ എന്നാ പറയാം. അപ്പൊ ഇതും ജീവികൾ തന്നെയല്ലോ യഥാർത്ഥത്തിൽ. 4 കാലുള്ള എല്ലാം നല്ല ഉള്ളൂ. മത്സ്യങ്ങളും യഥാർത്ഥത്തിൽ ജീവികളാണല്ലോ. അപ്പൊ അല്ലാഹു തആല വലിയ മൃഗങ്ങളെയും അതുപോലെ മത്സ്യങ്ങളെയും പലതിനെയും അത് ചിലതിന് അല്ലാഹു തആല ആഹാരമാക്കിയതാണ്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഒളിയത്തറക്കുമ്പോൾ മാത്രം ചില ആൾക്കാർ പറയലുണ്ട്, എന്ത് മൃഗസ്നേഹികളൊക്കെ പറയും അത് മൃഗങ്ങളെ ഇടങ്ങാറാക്കാണ്, അങ്ങനെ ആക്കാണ്, ഇങ്ങനെ ആക്കാണ്. എന്നാ അവരും കോഴിയുടെ കാര്യത്തിലൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് കൂടുതൽ പറയേണ്ട കോഴീനെയാണ്. കാരണം കോഴി ലോകത്ത് ഉപയോഗിക്കും പോലെ വേറൊരു മൃഗത്തിന് ഉപയോഗിക്കുന്നുണ്ടാവില്ല. എല്ലാ സ്ഥലത്തുണ്ടല്ലോ ഈ കോഴി കൊണ്ടുള്ള വിഭവങ്ങൾ. അല്ലാത്തൊരു ജീവിയാണ്. അതെല്ലാവരും കഴിക്കുന്നുണ്ട്. അതിനിപ്പോ കഴിക്കാത്തവരും അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പൊ പിന്നെ ഇത് അസുഖം വേറെയാണ്. എന്നാ നമ്മക്കോ പശുവിനെ തന്നെ ഇറക്കണം എന്ന് അങ്ങനെ വലിയ വാശിയുണ്ട്? അതുമില്ല, നമുക്ക് അങ്ങനെയൊന്നുമില്ല. അതേ സമയത്ത് ചില ആളുകൾ അയിമക്ക് മാത്രം കൂട്ടിക്കെട്ടിയിട്ട് ഉദ്ഹിയത്തും വലിയ പെരുന്നാളൊക്കെ വരുമ്പോ വലിയ വിവാദമാക്കും. നമ്മളോ മൃഗങ്ങളെ പ്രയാസപ്പെടുത്തുന്ന സിസ്റ്റമല്ല. കാരണം പ്രയാസപ്പെടാതിരിക്കാനാണ് വേഗം ജീവൻ നഷ്ടപ്പെടാന് വേഗം അറക്കണം. അത് നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടാകണം. അത് അതിവേഗം വേണം എന്നൊക്കെ പറയാൻ കാരണം എന്താ? അതിൽ ഒരുപാട് ഹിക്മത്തുണ്ട്. അത് ജീവികൾ പ്രയാസപ്പെടാതിരിക്കാനാണ്. അപ്പൊ ഈ ഉദ്ഹിയത്തിന്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ആക്ഷേപിക്കുമ്പോ അതിൽ യാതൊരു കഴമ്പൂല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടോ. കാരണം എന്താ അറിയോ, നമ്മളെ മതത്തിൽ ഈ മൃഗങ്ങളെ പ്രയാസപ്പെടുത്തി അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല അവകളൊക്കെ ശരിക്കും നോക്കണം എന്നാണല്ലോ മതം പഠിപ്പിക്കുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കൂ, ഒരുപാട് മൃഗങ്ങൾ അങ്ങനെ നിരത്തി നിർത്തിയിട്ട് ഒന്നൊന്നിനെ കാണുന്ന രൂപത്തിൽ അറക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ കാരണം എനിക്ക് വിഷമം വരുന്ന എഴുതിയിട്ടാണ്. കത്തി നല്ല മൂർച്ച കൂട്ടണം എന്നാണ്. വേഗം മറവ് കഴിയണം. കാരണം അല്ലെങ്കിൽ ആ ജീവികൾ ഇടങ്ങാറാകാണ്, പ്രയാസപ്പെടാണ്. അതിലൊക്കെ ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചു, ഒരുപാട് മര്യാദകൾ. എന്നാൽ അതേ സമയത്ത് തീരെ ഇറ്റങ്ങൾ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കാറിയങ്ങള്? നമുക്കെല്ലാവർക്കും അറിയാം, ഗോകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഗോക്കളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവസാനം അതൊക്കെ വലിയ വിവാദമായതാണ്. നോക്കാൻ കഴിയില്ല, അവരെ ആ ജീവികളെ പരിപാലിക്കാൻ കഴിയാതെ പിന്നെ അവസാനം രോഗങ്ങളും മറ്റും വന്ന് ചീഞ്ഞു പോകുന്ന, അവകളുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളും അതിലൊരുപാട് പുഴുക്കളൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥ. അപ്പൊ യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഇവിടെ നേരത്തെ കണക്കാക്കിയതാണ്. അപ്പൊ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയൂല. ഇപ്പോ നാട്ടിലിറങ്ങുന്നുണ്ട് ചില കടുവകളും കാര്യങ്ങളൊക്കെ. കാളികാവിൽ അതാ ഒരു മനുഷ്യനെ കടിച്ചുകൊണ്ട്. നമ്മൾ മത്സ്യമൊക്കെ തിന്നുമ്പോൾ മുള്ളണ് ബാക്കിയാക്കുന്നത് പോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എല്ല് മാത്രമാണ് ബാക്കിയാക്കും. തുടച്ചു തിന്നറിയല്ല. ഇവർക്ക് വേണ്ട ആഹാരം അവിടെ കിട്ടുന്നുണ്ട്, മറ്റുള്ള ജീവികളെ ശരിയാക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോ നമുക്ക് തടയാൻ കഴിയില്ല. അത് അങ്ങനെയാണ് അതിന്റെ നിലനിൽപ്പ്. അങ്ങനെയാണ് ഭക്ഷണം. പിന്നെ ഈ മാംസം മാത്രം കഴിക്കുന്ന ജീവികൾ അല്ലാഹു സൃഷ്ടിച്ചില്ലേ? അതൊരു പ്രകൃതി നിയമ, പടച്ചോൻ അങ്ങനെ കണക്കാക്കിയാണ്. എന്നതുപോലെ തന്നെ അല്ലാഹു തആല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ മതത്തില് 2 ആഘോഷങ്ങളില് ഒരു പെരുന്നാക്ക് മുഖ്യ ആഹാരവും ഒരു പെരുന്നാക്ക് മാംസവും വിതരണം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഫിത്ർ സക്കാത്ത് അറിയും, ഒന്ന് ഉദ്ഹിയത്ത് സുന്നത്തായതുമാണ്. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അപ്പൊ ഇതിൽ മാംസം കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അനുവദിച്ചതാണ്. അപ്പോ അതെന്ത് ചെയ്യരുത്, തടയാൻ പാടില്ല. അതാണ് ഇപ്പൊ ഇവര് പറഞ്ഞ മക്ക മുശ്രിക്കുകൾ അത് തിന്നാൻ പാടില്ല, ഇത് തിന്നാൻ പാടില്ല.
അതാ ദൈവത്തിനാണ്, ഇത് ദൈവത്തിനാണ്, ശരിയല്ല നിലപാട് എന്നാണ് പറയുന്നത്. അതൊക്കെ പിശാചിന്റെ പണിയാണ്, നമ്മളെ സുയിപ്പാക്കാന്. അവൻ വ്യക്തമായ ശത്രുവാണ്, അത് സ്വീകരിക്കരുത്. ഇനി അതിന്റെ ഒരു വിശദീകരണം പറയാണ് അടുത്തായിട്ട്. സമാനിയത അസ്വാജ്, അതായത് 8 ഇനങ്ങൾ. മിനല്ല ഇനിസ്നൈൻ, നെയ്യാടിൽ നിന്ന് 2 എണ്ണം. വമിനൽ മഅ്സിസ്നൈൻ, കോലാടിൽ നിന്ന് 2 എണ്ണം. നെയ്യാടിൽ നിന്ന് ആണും പെണ്ണും, കോലാടിൽ നിന്ന് ആണും പെണ്ണും, അപ്പൊ 4 ആയി. നബിയെ അങ്ങ് അവരോട് ചോദിച്ചു നോക്കൂ, അസക്കറൈനി ഹറമ അമിൽ ഉൻസയൈൻ, ഈ നെയ്യാടിൽ നിന്നും അതുപോലെ തന്നെ കോലാടിൽ നിന്നുമുള്ള ആണുകളെയാണോ അള്ളാഹ് നിഷിദ്ധമാക്കിയത്, അതോ ആ 2 പെണ്ണുങ്ങളെയാണോ? ആടുകളെയാണോ ആടുകളെയാണോ അള്ളാഹ് നിഷിദ്ധാക്കിയത്? അല്ലെങ്കിൽ ആ നെയ്യാട്, കോലാട് എന്നിവയിൽ നിന്നുള്ള പെണ്ണുങ്ങൾ ഗർഭം ധരിച്ചവയെയാണോ അള്ളാഹു നിഷിദ്ധമാക്കിയത്? ഏതാണ്? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിവ് സഹിതം എന്നൊന്ന് ഉണർത്തു. അത് ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഈ ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? അതായത് ഇവരിപ്പോ ഈ പൊട്ടത്തരത്തിൽ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോ അപ്പോ അവരെന്തായിരുന്നാലും ഇത് മാറൂല. പക്ഷെ അതിനെപ്പറ്റി നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ നിഷ്കളങ്കരായ ആളുകൾ തെറ്റിദ്ധരിക്കും. കണ്ടോ, മുഹമ്മദ് നബിക്ക് അതിനൊന്നും മറുപടി ഇല്ലാന്ന്. അതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യും? ആ മാർഗത്തിലേക്ക് ആൾക്കാർ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ ആ ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് വളരെ ന്യായമായ രൂപത്തിൽ അവരോട് ചോദിക്കാണ്. 8 ഇനം ജീവികൾ, അതില് നെയ്യാട്, അതുപോലെ തന്നെ കോലാട്, അതില് ആണും പെണ്ണും, അപ്പൊ 4 ആയി. നെയ്യാടുന്ന ആണ് പെണ്ണ്, കോലാടുന്ന ആണ് പെണ്ണ്, 4 ആയി. ഇതില് ഏതാണ് അള്ളാഹ് നിഷിദ്ധാക്കിയത്? നിങ്ങൾ അറിവ് സഹിതം പറഞ്ഞെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പറയും, എന്തെങ്കിലും ഇങ്ങനെ പറയല്ല, എന്തെങ്കിലും പറയല്ല, പൊട്ടത്തരം വളമ്പരുത്. അതിന്റെ തെളിവ് സഹിതം തരും. അതിൽ ഏതാണ് അള്ളാഹ് നിഷിദ്ധാക്കിയത്? നിങ്ങൾ പറയണ്ടല്ലോ അള്ളാഹ് നിഷിദ്ധാക്കിയതാണ്, എന്താ അതിന്റെ തെളിവ്? എന്താണ്? നെയ്യാടിനെയാണോ, അതിലെ ആണിനെയാണോ, കോലാടിലെ ആണിനെയാണോ, അതോ നെയ്യാടിലെ പെണ്ണിനെയാണോ, അതോ അതിലെ കോലാടിലെ പെണ്ണിനെയാണോ? അതല്ല, ഇത് രണ്ടിലുമുള്ള പെൺ ആടുകൾ ഗർഭം ധരിച്ചതിനെയാണോ? ഏതാണ്? അതിൽ ഓലാണ് ഉത്തരം മുട്ടിപ്പോയി. ഇപ്പൊ ഈ നെയ്യാട് കോലാട് എന്നൊക്കെ പറഞ്ഞാലേ നമ്മളിവിടെ രണ്ടും ഇല്ല, നമ്മളവിടെ കോലാടേ ഉള്ളൂ. ഈ നെയ്യാട് എന്ന് പറഞ്ഞ ഏറ്റവും മുന്തിയ ആട് നമ്മളെ നാട്ടില് ഇല്ല, ഇവിടെ കിട്ടൂല. പക്ഷെ അറേബ്യയിൽ അത് രണ്ടും കിട്ടുന്നോണ്ടാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ കാണുന്ന ആട് ഈ കോലാട് എന്ന് പറയുന്ന ആ 2ാമത്തെ സ്ഥാനത്തുള്ള ആടുകളാണ് നമ്മളവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ വല്ലാതെ കൊണ്ടാ. ഇതിപ്പോ എന്തായിരുന്നാലും അള്ളാഹു താല അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോ നമ്മൾ ഒട്ടകം ഇവിടെ നമ്മൾ തീരെ കാണുന്നില്ല, തീരെ ഇല്ലാന്നല്ല, എന്നാലും നമുക്ക് ഇവിടെ ഇറക്കാൻ അനുമതി ഇല്ല. ഉണ്ടുണ്ട് ഇവിടെ ഒട്ടകം ഇറക്കാനുള്ള അനുമതി ഇല്ല. പിന്നെ വലിയ കാഴ്ച ബംഗ്ലാവിലോ അങ്ങനെ ചില കേന്ദ്രങ്ങളിലൊക്കെ ഒട്ടകങ്ങളെ ഒരു ഭംഗിക്ക് കൊണ്ടു നിർത്തിയിട്ടുണ്ടാവും. കുട്ടിയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇമ്മ കയറി ഇരുന്നാണ്ട് ഫോട്ടോ എടുത്തുകാണ്ട് പോകാനൊക്കെ. അങ്ങനെ നമ്മളിവിടെ സാധാരണ ഒക്കെ കാണില്ല. കുതിരപ്പുറത്തൊന്നും ആരും അങ്ങനെ പോകലില്ല. കുറെ മുമ്പൊക്കെ ആ കൊണ്ടോട്ടി തങ്ങന്മാര് പോയിന്. ഒരിപ്പോ 14 കൊല്ലത്തിന്റെ ശേഷം ഒന്നുകൂടി പോകാൻ തുടങ്ങിക്കണേ. നേർച്ച 2ാമത് തുടങ്ങിക്കൊള്ള അല്ലേ? അതുകൂടി ചെയ്തില്ല. അത് ഈ കുപ്പായ കജ്ജ് താത്തിട്ട കുറെ ആൾക്കാർ ഓൽക്കാണ് ഓരോ ചവിട്ട് കിട്ടേണ്ടത് തന്നെ. കാരണം അത്രക്കും തോന്നിയാസാണിതേ, ദീനിലില്ലാത്ത കാര്യങ്ങളാണ്. തിരക്കിടില്ല. നമ്മൾ യാസീനോദി ഇത് വരക്കാനോ ഹത്തോ ഇത് വരക്കാനൊക്കെയാണ്. ഇതാവുന്നല്ലോ ഇപ്പൊ നേർച്ചാറിന് കിടക്കേണ്ടത്. ദീനിനോട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അതിന് കുറെ തൊപ്പിട്ട ആൾക്കാർ, കുറെ കുപ്പായ കജ്ജ് താത്തിട്ട ആൾക്കാർ. എന്താവതിനൊക്കെ പറയാ, തന്നി തോന്നിയാസങ്ങളാണും പെണ്ണും ഇറങ്ങിയിട്ട് ഒന്നായിട്ട് കാട്ടിക്കൂട്ടാം. എന്നിട്ട് ഇതൊക്കെ പേര് തങ്ങളെന്ന് പറഞ്ഞാലും തുങ്കളെന്ന് പറഞ്ഞാലും സയ്യിദ്, ഷെരീഫ്, ഇതൊക്കെ ഇപ്പോ പ്രവാചക കുടുംബത്തിലേക്ക് അങ്ങോട്ടുള്ളതൊക്കെ പോകുന്നത്. എന്താ ഇതിനൊക്കെ കാട്ടുക?
എന്നാൽ പിന്നെ നമുക്കിപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. ഒരു എംപിനോട് ചെന്നിട്ട് ഇവർ പറയാണ് കൊണ്ടോട്ടി കുറിച്ച് 2ാമത് തുടങ്ങണം തെരഞ്ഞെടുപ്പിന്റെ മുമ്പ്, നിങ്ങളെല്ലാം ചെയ്തു തരണം, എന്നാലേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള അതിൻ്റെ അർത്ഥം. എംപിക്ക് അവിടെ ആദർശം പറയാൻ പറ്റുമോ? ഉണ്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോക്കൂ, നിങ്ങൾ വലിയ സംഗതിയായിട്ട് തുടങ്ങുകയാണിത്, നിർത്തിയ 2ാമത്. ചില കുതിരക്കെന്നെ തോന്നിയിരിക്കണം ഇതൊന്നും ശരിയല്ല. തന്നെ വലിയ മൂപ്പരെ ഒന്ന് തള്ളിയിടാൻ നോക്കിയത്. കഴിഞ്ഞിപ്പോ ഇനി ആനനെ കൊടുന്ന ആന എത്ര ചവിട്ടിയാലും ഇതൊന്നും ആൾക്കാർ പാഠം പഠിക്കൂലല്ലോ. പാഠം പഠിക്കും. തിരൂര കണ്ടില്ലങ്ങൾ എന്താ അവിടെയൊക്കെ നടക്കുന്നത്, എന്തൊക്കെയാണെന്ന് നടക്കുന്നത്, ആരാതിൻ്റെയൊക്കെ പിന്നിൽ പട്ടാമ്പിയിലൊക്കെ കാണാം. ഹൈന്ദവ സഹോദരങ്ങളുടെ കാര്യമായിട്ടൊക്കെ നടത്തുന്നുണ്ട് പട്ടാമ്പിയിലൊക്കെ. ഒക്കെ വരെ നമ്മളെ അഡ്രസ്സിലാണ്. കഴിച്ചു ബാക്കിയുള്ള സുന്നി എല്ലാം കഴിച്ചു ബാക്കിയുള്ള മുഴുവൻ തള്ളും. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നത്. പിന്നെ ഇവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അറിയങ്ങൾ? നമ്മൾ അതിലൊന്നും സഹകരിക്കാതിരിക്കുക, പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, പിന്നെ പോകാതിരിക്കുക. ആ ഭാഗത്തേക്ക് പോകരുത്. പണ്ടൊക്കെ ചക്കര മുട്ടായി വാങ്ങാനാണ് പോകും. ഇപ്പൊ ചക്കര മുട്ടായി എല്ലായിടത്തുനിന്നും കിട്ടുമല്ലോ. അതിനൊക്കെയുള്ള ഈ നേർച്ചക്കും താല്പര്യക്കൊക്കെ ആകെ പോയാല് അതിന്റെ ആവശ്യമില്ലല്ലേ നമുക്ക്. പിന്നെ ഇന്ന് അങ്ങനെയാണ്. അത് ഇവിടെ മാത്രമല്ല, ലോകത്ത് എവിടെ നോക്കിയാലും അങ്ങനെ തന്നെ. 2 കണ്ണുള്ള ഒരു ദജ്ജാലാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. UAE അയാളെ സൽക്കരിക്കുന്ന ഇടങ്ങൾ. അതിപ്പോ നമുക്ക് പ്രശ്നമൊന്നുമില്ല. രാജ്യത്തിന്റെ ഭരണാധികാരികൾ പിന്നെ എത്ര ഏത് കോലത്തിലുള്ളതാണെങ്കിലും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ചില ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അത് ഉണ്ടാവും. അതിലൊന്നും ഇപ്പൊ നമ്മളിപ്പോ അതിനൊന്നും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ചെറിയ അതിർതർക്കങ്ങൾ തന്നെ തീർക്കാൻ കഴിയാത്ത നമ്മളാണ് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയം. അപ്പൊ അതത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല. പിന്നെ ഭരണാധികാരികൾ അവിടെയുണ്ട്. പക്ഷെ നമുക്ക് വലിയൊരു വിഷയം എന്താ പറയുക, UAE ഒരു മുസ്ലിം രാജ്യമാണ്. അവര് സ്വീകരിക്കാൻ നല്ല രീതികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷെ അവര് യുവതികളെ ഇറക്കിയിട്ട് ഈ മുടിയാട്ടം, എന്താ അതൊക്കെ ഞമ്മക്ക് തന്നെ തോന്നിപ്പോകും. ആ യുവതികളുടെ ശിരസ് അറ്റുപോകും. നമ്മാതിരി ആട്ടാണ്. ഒരൊറ്റ മുടിയില്ലാതെ പുറത്ത് കാണിച്ചിട്ട് അത് മാറ്റിയിട്ട് അവരാ പഴയൊരു സിസ്റ്റണ്ട്, ഒരു പാരമ്പര്യമുണ്ട് നമുക്ക് അതിഥികളെ സൽക്കരിക്കാൻ. അതിനാ ചെറിയ അറബി കുട്ടികളെ ഉപയോഗിച്ച് ഓലാത്തനതായ വേഷമൊക്കെ ധരിച്ചിട്ട് ഒരു സ്വീകരണമാണെങ്കിൽ എല്ലായിടത്തും ലോകത്താകെ പേരെടുക്കാം. ഇത് ഇസ്ലാം കർശനമായി നിരോധിച്ചൊരു സംഗതി. അതിപ്പോ UAE-ലും പിന്നെ സൗദിയിലും യമനിലും സിറിയയിലും അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത് നമുക്ക് ഒന്നാണ്. അതാണ് വിഷയം. 2 സാധ്യതയില്ല. കാരണം സൂറത്തുൽ നൂറിൽ അല്ലാഹു തആല പറഞ്ഞത്, സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞത്, സൂറത്തുൽ നിസായിൽ അല്ലാഹു പറഞ്ഞത്, ഇത് ലോകത്തെല്ലായിടത്തും ഒരുപോലെ ആകണം. കാരണം ഖുർആൻ പറഞ്ഞത് ഖുൽ യാ അയ്യുഹൻ നബിയു, ഓ നബിയേ, ഖുൽ ലി അസ്വാജിക്, അങ്ങയുടെ പത്നിമാരോട് പറയണം, വ ബനാതിക്, അങ്ങയുടെ പെൺമക്കളോട് പറയണം, വനിസാഇൽ മുഅ്മിനീൻ, മുഴുവൻ മുസ്ലിം സ്ത്രീകളോടും അങ്ങ് പറയണേ, യുദ്രീന അലൈഹിന്ന മിൻ ജലാബീബിൻ, അവരവരുടെ മൂട് പുടവയെ താഴ്ത്തിയിടട്ടെ. ഇത് ഖുർആൻ പറയുന്നത് അല്ല, ഇതിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഇതിപ്പോ പിന്നെ ഈ ഓരോ മസ്അലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം രൂപങ്ങൾ നമുക്ക് കാണിച്ചെന്നുകൊണ്ടാണല്ലോ ഈ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അല്ല വെറുതെ അല്ലല്ലോ. ഒരു കാര്യം തന്നെ അള്ളാന്റെ തിരുദൂതർ പല രൂപത്തിൽ കാണിച്ചെന്നുകൊണ്ടാണ് എന്താ ഈ മദ്ഹബുകൾ വന്നത്. അതിങ്ങനെ സഹാബത്ത് മനസ്സിലാക്കി കൈമാറ്റം ചെയ്യപ്പെട്ടത് മദ്ഹബിന്റെ ഇമാമുമാര് രേഖപ്പെടുത്തപ്പെട്ട് 4 ധാരകൾ മാത്രമാണ്. അതന്നെ 4 മദ്ഹബ് വരാൻ കാരണം. അതാണ് പഴയകാല ഹറമിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി, 4 വലിയ കവാടങ്ങളാണ് മത്താഫിലേക്ക് കയറേണ്ടത്. ഷാഫിഈ, ഹനഫി, മാലിക്കി, ഹംബലിയാണ് 4 കവാടങ്ങൾ. പിന്നീടാണ് ഒക്കെ എടുത്തു മാറ്റപ്പെട്ടത്. എന്നാൽ ഖുർആൻ നേരെ പറയുന്ന കാര്യങ്ങളിൽ ഇത് 4 ഒന്നേ കാരണം. അയിപ്പെട്ടൊരു കാര്യമാണ് അത് ഔറത്ത് മറക്കുക എന്നുള്ളത്. ഔറത്ത് മറക്കേണ്ട അളവിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. മുഖം മറക്കണോ എന്ന തലമുടി മറക്കുന്ന വിഷയത്തിൽ എന്തില്ല, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിം. ഖുർആൻ നേരെ പറയാണ്. അത് തങ്ങന്മാർക്ക് മാത്രമാണോ? അല്ല, അതാണ് നിസാഇൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്.
എല്ലാവർക്കും കൂടിയാണ്. മറ്റൊരു ആയത്തിൽ പറയുന്നത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അന്ധകാര യുഗത്തിലെ പെണ്ണുങ്ങൾ സൗന്ദര്യ പ്രദർശനം നടത്തിയതുപോലെ നബിയെ അങ്ങ് സൗന്ദര്യ പ്രദർശനം നടത്തരുത്, പെണ്ണുങ്ങൾ സൗന്ദര്യ പ്രദർശനം നടത്തരുത്, അവർ വീട്ടിൽ ഒതുങ്ങി കഴിയട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഒരുപാട് സ്ഥലത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂറത്ത് നൂറിൽ വളരെ ഗൗരവത്തോടുകൂടെ പറയുന്നുണ്ട്. അതിൻ്റെ നേരെ ലംഘനമുള്ളത് നമ്മളെ സംസ്കാരം തന്നെ കണ്ട് തലയുടെ മറിച്ചിട്ടുണ്ട് സിസ്റ്റം. എന്നാലോ ഈ അറബ് ഭരണാധികാരികളോ ഓലെല്ലാം തല മറിച്ചിട്ടുണ്ട്, ഓലെല്ലാം തല മറിച്ച് പോലെ തലക്ക് വട്ടുണ്ട്, ഒക്കെ മട്ടം പോലെയാണ്. പണ്ട് യാസർ അറാഫാത്ത് അങ്ങനെയാണ്, ഇവരെല്ലാം തല മറച്ചക്കും മൂപ്പര പെണ്ണുങ്ങൾക്ക് ഒരു മുടി പോലും പുറത്ത് കാണാത്ത ഉണ്ടാവില്ല. യാസർ അറാഫത്തിന്റെ ഒരു മുടി പോലും പുറത്ത് കാണൂല, നേരെ തല കുത്തനെ. നമ്മൾ ദീൻ ഇതാന്ന് കരുതരുത് ഞാൻ പറഞ്ഞ, ഇതാണ് ദീനെന്ന് കരുതരുത്. അപ്പൊ വലിയ ലംഘനാണ്. പക്ഷെ അതൊക്കെ നമ്മളിപ്പോ പറഞ്ഞാൽ അതൊന്നും നിൽക്കൂല. പക്ഷെ ഇതൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതാണ് ഒന്നിനോട് നരിയും വരി ഇല്ലാതായത്. ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ അതൊക്കെ പിശാചിന്റെ ഓരോ പ്രേരണകളാണ്. പോട്ടെ, ഏതായിരുന്നാലും ഇവിടെ ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇവര് ഈ തെറ്റായ ധാരണയിൽ നിന്ന് മാറാൻ ആവശ്യമായത് അല്ലാഹു തആല ആ സന്ദേശം നൽകുകയാണ്. ഇവരിപ്പോ പറഞ്ഞല്ലോ. അപ്പൊ അല്ലാഹു തആല ചോദിക്കുകയാണ് ഇവരോട്, നബിയെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു നോക്കി, നെയ്യാടുണ്ട്, കോലാടുണ്ട്, അതിൽ ആണുണ്ട്, പെണ്ണുണ്ട്, പെണ്ണുങ്ങൾ ഗർഭം ധരിക്കുന്നുണ്ട്, ഇതിൽ ഏതാ അല്ലാഹു നിഷിദ്ധാക്കിയത്? ഇവരീ പറയുന്നത് പോലെ അല്ലാഹു തആല ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല, ഇതൊക്കെ തിന്നാൻ പറ്റിയതാണ്. അപ്പൊ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇത് രേഖ കൊണ്ടുവരിക. ഇനി ഒരു നാലിനും കൂടി ഒട്ടകങ്ങളിൽ നിന്ന് രണ്ടിനം, അതായത് ആണ് പെണ്ണ്, മാട് വർഗത്തിൽ നിന്നും രണ്ടിനം. ഖുൽ ആദകറൈനി ഹറമ അമിൽ ഉൻസയൈൻ, അതിൽ നിന്ന് ആണൊട്ടകത്തെയോ അല്ലെങ്കിൽ മാട് വർഗത്തിൽ ആണിനെയാണോ അല്ലാഹു നിഷിദ്ധമാക്കിയത്, അതോ പെണ്ണിനെയോ? അമ്മഷ്തമലത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ, അതല്ലെങ്കിൽ ആ ഒട്ടകവർഗത്തിലോ അല്ലെങ്കിൽ മാട് വർഗത്തിലോ ഉള്ള പെൺ മൃഗങ്ങൾ ഗർഭം ധരിച്ചതോ, അങ്ങനെ ഉണ്ടായതോ? ഏതാണ് ഈ നിഷിദ്ധമായത്? ഒന്ന് പറഞ്ഞു തരുന്നു. നീ ഒന്ന് വരൊന്ന് കളിയാക്കി പറയണം. അം കുൻതും ശുഹദാ ഇദ് വസ്വാകുമുല്ലാഹു ബിഹാദാ, അതല്ല അല്ലാഹു ഇന്നതാണ് നിഷിദ്ധമാക്കിയത് നിങ്ങൾ പറയും പോലെ എന്ന് അല്ലാഹു തആല പറയുമ്പോ നിങ്ങൾ അതിന് സാക്ഷിയായിരുന്നോ? അതേ മാർക്കുണ്ടല്ലോ നിങ്ങൾ ഈ വർത്താനം കേട്ടാല്. അതായത് ഇവര് ചിരിച്ചാതെ നുണ പറയണം. ഈ നുണ പറയണ കേട്ടാ കരുതും എന്ത്, നമ്മൾ ചിലപ്പോ ചില ആൾക്കാരെ പറ്റിയല്ലോ, ഓ അങ്ങനെ പറയണ കേട്ടാ കരുതി ഓനെ കേട്ടുകൊണു തോന്നിപ്പോവും. പണ്ട് വല്യപ്പ അങ്ങനെ പറഞ്ഞിരുന്നു. വല്യപ്പാനെ കാണാത്ത ആളാണ് ഈ പറയുന്നത്, വല്യപ്പാനെ കാണാത്ത ആളാണ് ഈ പറയുന്നത്. ഇപ്പൊ നമ്മളെന്നെ പറയല്ലോ, ഓന്റെ വർത്താനം കേട്ട ഓൻ വല്യപ്പള്ളുന്നുണ്ട് തോന്നുന്നൊക്കെ എന്നതുപോലെ ഇവിടെ അള്ളാഹു പറയാണ്, ഇവരിങ്ങനെ പറയാണ് ഒട്ടകത്തിൽ ഇന്ന ഒട്ടകം തിന്നരുത്, അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാഹ് അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു അങ്ങനെ വസിയത്ത് കൽപ്പന ഉദ്ദേശം. അള്ളാഹ് അങ്ങനെ കൽപ്പിക്കുമ്പോ ഇവര് സാക്ഷികളായിരുന്നോ? ഇവരിങ്ങനെ സാക്ഷിയായ ഹാദിറായ സമയത്തായിരുന്നോ റബ്ബ് ഇത് കൽപ്പിച്ചത്? നിങ്ങളെ വർത്തമാനം കേട്ട അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊന്നുമില്ല. യഥാർത്ഥത്തിൽ അള്ളാഹ് അങ്ങനെ കൽപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ അതിന് സാക്ഷികളും അല്ല, നിങ്ങൾക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയൂല. അതുകൊണ്ട് ഫമൻ അള്ളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, ഫമൻ അള്ളമു ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അല്ലാഹുവിന്റെ മേലിൽ കളവിനെ വ്യാജത്തെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവനേക്കാൾ വലിയ ഒരു അക്രമി വേറെ ആരുണ്ട്? ലിയുദില്ലന്നാസ ബിഗൈരി ഇൽം, ഒരു അറിവുമില്ലാതെ ജനങ്ങളെ വഴിവഴപ്പിക്കുന്നതിന് വേണ്ടിയും. ഒരു വിവരവുമില്ല, ഒരു കാര്യം അറിയില്ല, അറിയെങ്കിൽ ഓലങ്ങനെ പഴിപ്പിക്കുമായിരുന്നില്ല.
അറിയാത്തോണ്ടാണ് അങ്ങനെ ഓല് ജനങ്ങളെ വഴിവഴിപ്പിക്കുക. ഇവനേക്കാൾ വലിയ അതിക്രമി വേറെ ആരുണ്ട്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തീർച്ചയായിട്ടും അല്ലാഹു അതിക്രമകാരികളായ ഒരു ജനതക്ക് മാർഗദർശനം നൽകുകയില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമകാരികളായ ഒരു ജനതക്ക് അല്ലാഹു തആല ഒരിക്കലും വഴി കാണിച്ചു കൊടുക്കുകയില്ല. ഇവിടെ അക്രമകാരികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ അക്രമം, വിശ്വാസത്തിൽ കാണിക്കുന്ന അക്രമമാണ്. ഇതിന് വേറൊരു വിശദീകരണം ഉണ്ട്, ഒരായത്തും കൂടി ഉണ്ടല്ലോ, അത് പറഞ്ഞിട്ട് ആ വിശദീകരണത്തിലേക്ക് കിടക്കാം. ഇപ്പോ ഇവരോട് ചോദിച്ചാൽ അതിന് വേറെ ഉത്തരമൊന്നും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം അല്ലാഹു തആല ഫൈനലാക്കുക. നബിയെ നിങ്ങൾ അവരോട് പറഞ്ഞോളൂ, എന്ത്? ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ. എനിക്ക് കിട്ടിയ വഹി അനുസരിച്ച് എനിക്ക് എത്തിയിട്ടില്ല. മുഹറമൻ അലാ ത്വാഇമിൻ യത്ഉമുഹു. ഭക്ഷണം കഴിക്കുന്ന ആള് ഭക്ഷണം കഴിക്കുന്നതിൽ നിഷിദ്ധമാക്കിയതായിട്ട് എനിക്ക് കിട്ടിയ ദിവ്യബോധനം ഉണ്ടല്ലോ, അതിലില്ല. എന്തല്ലാതെ ഇല്ലാ അൻ യകൂന മൈത്തൻ. ജീവികളുടെ കൂട്ടത്തില് ശവങ്ങളെ അല്ലാതെ. അപ്പൊ ഇവര് പറഞ്ഞത് ആ ഒട്ടകം പറ്റില്ല, ഈ ഒട്ടകം പറ്റില്ല, ആ ആടിനെ തിന്നാൻ പറ്റില്ല, അത് ആ വിഗ്രഹത്തിനാണ്, ഈ വിഗ്രഹത്തിനാണെന്നല്ലോ, അങ്ങനൊന്നില്ല. അതൊക്കെ തിന്നൽ അനുവദനീയമാണ്. എനിക്ക് കിട്ടിയ വഹി അനുസരിച്ച് പടച്ചോൻ എനിക്ക് സന്ദേശം നൽകിയത് ഏത് മാത്രമാണ്? ശവം തിന്നാൻ പാടില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയട്ടെ, ഈ ശവം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാല് അതിപ്പോ മെഡിക്കൽ സയൻസ് പോലും അതങ്ങനെ തന്നെ പറയുന്നത്, ശവം തിന്നരുതെന്നാണ്. അതിൽ നമ്മൾ പറയുന്ന നിയമങ്ങളൊക്കെ വളരെ ഫിറ്റായി കാരണം അള്ളാഹു അതൊക്കെ സംവിധാനിക്കുന്നത്, ഈ സംവിധാനങ്ങളെ മുഴുവനും സംവിധാനിച്ചത് അള്ളാഹുവാണ്. അപ്പൊ ഈ നാൽക്കാലി മൃഗങ്ങളിൽ നിന്ന് നമുക്ക് തിന്നാൻ പറ്റിയ തന്നെ അത് ചത്തുപോയാല് അത് തിന്നാൻ പാടില്ല. നമുക്ക് തന്നെ അറിയാം, അത് അതിന്റെ മാംസം ഭയങ്കര അപകടം ഉണ്ടാക്കും, അത് പല രോഗങ്ങൾക്കും കാരണമാവും. അതുകൊണ്ട് ശവം പാടില്ല. പിന്നെ മറ്റൊന്ന് ഔദമം മസ്ഫൂഹ, ഒഴുകുന്ന ചോര, അത് പാടില്ല. ഒഴുകുന്ന ചോര പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിച്ചില്ലായി. അതുകൊണ്ടാണ് അകത്തിറച്ചി തിന്നാൻ പറ്റുന്നത്. അത് ശരിക്കും എന്താണ്? ചോരയാണ്, കട്ടയാണത്, ഒരു തരം രക്തം തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് അത് അതിന്ന് ഒഴിവാക്കി, കരള്, ജീവികളുടെ കരള് അത് നമുക്ക് തിന്നാം, അത് ശരിക്കും രക്തം തന്നെയാണ്. പക്ഷെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതല്ല, ഉറച്ചു പോയതാണ്. അതുകൊണ്ട് നമുക്കത് അനുവദിക്കപ്പെട്ടു. ഏതുപോലെ ശവത്തിൽ നിന്ന് നമുക്ക് ഏത് ഒഴിവാക്കി? മത്സ്യത്തെ ഒഴിവാക്കി, ജറാദിനെ ഒഴിവാക്കി. ചത്തത് പറ്റൂല പറഞ്ഞാല് മത്സ്യം ഒഴിവാക്കി. മത്സ്യം ഒഴിവല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയ തന്നെ അല്ലേ? ചാകാത്ത കിട്ടാൻ പണിയേക്കാറ്. ഇനി കിട്ടിയാൽ തന്നെ നമ്മൾ ബത്തലൊക്കെ ചാകാത്ത കിട്ടിയിട്ട് ഓരോന്നിനെയും അറക്കണം എന്ന് പറഞ്ഞാലേ ബത്തൽ വിട്ടാനുള്ള യോഗം ഉണ്ടാവില്ല, അപ്പൊ അത് നടക്കൂല. അതൊക്കെ കണ്ടറിഞ്ഞ അതിലൊക്കെ വേറെ ഒരുപാട് ഈക്കുമത്തുണ്ട്. ഈ മത്സ്യങ്ങൾ ഇപ്പൊ കടലിൽ തന്നെ ചത്താലും ഉപ്പ് വെള്ളമായതുകൊണ്ടേ, ഉപ്പ് ഭയങ്കരമുള്ള സംഭവമാണ്, കേടുവരാതെ അവിടെ ഉണ്ടാവും. ഈ നൈസ് ഇടുന്നത് പോലെ തന്നെ അതൊക്കെ അള്ളാഹു പ്രകൃതിയിലാണ് നിശ്ചയിച്ചു. അപ്പൊ മത്സ്യങ്ങൾ ചത്താ കുഴപ്പമില്ല. അതുപോലെയാണ് വെട്ടുകിളികളും. നമ്മളൊക്കെ ആദ്യം കരുതിന്റെ ഈ വെട്ടുകിളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കാക്കച്ചിന്റെയും പ്രാവിന്റെയും ഒക്കെ അത്ര വലിപ്പമുള്ളൊരു സാധനമാണ്. ആദ്യം മദ്രസിലൊക്കെ ഈ വെട്ടുകിളി അറിയുമ്പോൾ കൂടുതലായിട്ട് വിശദീകരണം കിട്ടൂല. ചിലപ്പോൾ അന്ന് ഉസ്താവന്മാരും കണ്ടിട്ടുണ്ടാവില്ല ഈ സാധനം ഒക്കെ തോന്നുക. ഇന്നിപ്പോ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒക്കെ അറിയാനുള്ള സംവിധാനങ്ങളും ഉണ്ടായി. വെട്ടുകിളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ചപ്പൊടിന്റെ അത്ര ഒക്കെ അതിന്റെ കുറച്ചും കൂടിയേ ഉള്ളൂ. ആ സാധനം ചെറുതാണ് അല്ലേ? അതിങ്ങനെ പാക്കിലൊക്കെ വിൽക്കുന്നുണ്ടല്ലോ അല്ലേ? ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് എല്ലാം അറിയാം, ആ മാർക്കറ്റിലുണ്ടാവും ആ സാധനം. അതും നമുക്ക് അള്ളാഹു തആല അനുവദിച്ചതാണ്, ചത്തത്. എന്നതുപോലെ രക്തം പറഞ്ഞപ്പോ രക്തം നമുക്ക് നിഷിദ്ധാണ്. പിന്നെയുള്ളപ്പോ ഇതിന്റെയൊക്കെ ഹിക്മത്ത് മനസ്സിലാകുന്നുണ്ട്. പണ്ട് കാലത്ത് രക്തം നിഷിദ്ധാന്ന് പറഞ്ഞാല് അന്നിപ്പോ ഈ രക്താണുക്കളെയും കാര്യങ്ങളെയും കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളോ മറ്റൊന്നുമില്ല. എന്നൊക്കെ ഇപ്പോ ഒരു രക്തത്തെ ചുറ്റിപ്പറ്റി എന്തൊക്കെ പഠനങ്ങൾ നടന്നു, ഏതൊക്കെ ഗ്രൂപ്പുകളാണ് നമ്മുടെ രക്തം, എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്.
അതിലാ എല്ലാ ഘടകങ്ങളും വേണമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് എത്ര രോഗങ്ങളാ വരുന്നത് അല്ലേ? ബ്ലഡിൽ ക്യാൻസർ വരുന്നുണ്ട്, അതിൽ ഒരുപാട് അളവുകൾ നിശ്ചിത അളവിൽ വേണം. അതിൽ കമ്മി വന്നാൽ പിന്നെ അതിന്റെ പിറകെ ഓടണം, ലക്ഷങ്ങൾ ചെലവാക്കണം. എന്നാൽ പിന്നെ നമ്മളൊരു ബ്ലഡ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ലാബിലേക്ക് നമ്മൾ പോകാൻ നിൽക്കണം. അപ്പോഴാണ് കത്തിയട്ടിയായി മാങ്ങ എത്തിയപ്പോൾ ചോര ഒന്നായിട്ട് വരാണ്. ഇനിയിപ്പോൾ ഏതായാലും അവിടുന്ന് ആ സൂചി കുത്തി കയറ്റണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർക്ക് ഈ ചോര ആക്കി കണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ? മൂത്രം ചിലപ്പോൾ ഒരു കുപ്പിയിലാക്കി കൊണ്ടുപോകാം പരിശോധനയ്ക്ക്, അതിനെ കുറച്ച് മതി. എന്നാൽ ചോര നമുക്ക് അങ്ങനെ പിന്നെ ഒരു കവറിലാക്കിയാണ്ട് ലാബിൽ കൊടുത്തിട്ട് ഒന്ന് പരിശോധിക്കാം, ഇപ്പൊ വരട്ടെ മാർക്കറ്റിലൊന്ന് വോട്ടേറിയാൻ ഇല്ല. കാരണം ഇത് അണുബാധ ഉണ്ടാവും, വളരെ പെട്ടെന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്ന ഒരിക്കുന്ന അങ്ങനത്തെ ചോര നിഷിദ്ധാണ്. രക്തല്ലേ, വിലപ്പെട്ടതല്ലേ. എത്ര ക്യാരറ്റും തക്കാളി ഞാൻ തിന്നിട്ടാണ് ഈ ചോര ഉണ്ടായത്, വെറുതെ പോണ്ടായിരുന്നാണ്ട് നക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല, അത് നിഷിദ്ധ. ഇതാണ് നബിതങ്ങൾ പറയും, ഇതൊക്കെ എനിക്ക് കിട്ടിയ വിവരാണ്, അത് പാടില്ല. പന്നി മാംസം, പന്നിയുടെ മാംസം, അത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ പന്നി അത്യാവശ്യം കാണാൻ ഉണ്ടാവും ചെയ്യുന്നില്ല, തടിച്ചു കൊടുത്ത പന്നികള് അന്നുണ്ടാവുമല്ലോ. ഇത് ഇറങ്ങുന്ന കാലത്ത് ഒരു കാലത്ത് അതൊക്കെ തിന്നുന്ന ആൾക്കാരുണ്ടല്ലോ, ഇന്നുണ്ട്. പന്നികളൊക്കെ കിണറ്റിൽ വീണാല് ചില ആൾക്കാരുണ്ട് അങ്ങനെ വീണാ പറയണട്ടോ ഞങ്ങൾ എടുത്തോണ്ട് എന്ന് അറിയാം, കൂലിയൊന്നും കൊടുക്കണ്ട, കൂലൊന്നും എടുത്തുകൊണ്ടുപോകും. നമ്മളിത് എന്തോ നല്ല മനുഷ്യന്മാര്, ശാപ്പാട് ഇടാനാണ് കൊണ്ടോണ്ട്, അതിനാണാ കൊണ്ടോണ്ട്. നമുക്കിത് പറ്റാത്തോണ്ടാ. ഞങ്ങളവിടുത്തെ ഒരു ഹിന്ദു സഹോദരൻ, അയാൾ കൃഷിക്കാരനാണ്. അപ്പൊ അയാളെ കൃഷി വല്ലാതെ ഈ പന്നിയാള് കുത്തിയിട്ട് ഇറങ്ങാറാക്കിയിട്ട് അയാൾ തമാശക്ക് പറഞ്ഞു വന്നത്, മാപ്പിളാർക്ക് തിന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര പ്രശ്നമില്ലേന്നു പറയണ. ഈ സാധനം മാപ്പിളാർക്ക് തിന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സംഭവം ശരി തന്നെയാണ്. പിന്നെ നമ്മള് പിന്നെ അതിന്റെ ബിരിയാണിയെ കാരണം നല്ല ഉണ്ടാകുക, അത് തിന്നാൻ പറ്റായിരുന്നിട്ടും ചില ആൾക്കാർ ചുളിവിലൂടെ എന്നാ അങ്ങനെ ഒന്ന് തിന്നു നോക്കണല്ലോ എന്നുള്ള രസം നോക്കുന്ന പോലെ ഉണ്ട്. അത് പള്ളോണ്ട് അടങ്ങാറാവും പിന്നെ നമ്മള്. കാരണം എന്താ വെച്ചാല് അരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിക്ക് പോകരുത്, അഥവാ സംഭവിച്ചാൽ തോപ ചെയ്ത് മടങ്ങണം. വേറെ കുറെ ഹറാമുകളൊക്കെ അകത്താക്കേണ്ടവരുണ്ടല്ലോ, മദ്യ അടക്കം. അപ്പൊ എന്തായിരുന്നാലും അല്ലാഹു തആല പന്നിയുടെ മാംസം നിഷിദ്ധമാക്കി. അതും പിന്നെ ഒരുപാട് ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കൊക്കെ വിധേയമായതാണ്. കാരണം ഈ പന്നിയിറച്ചിയിലുള്ള ചില രോഗാണുക്കള് സാധാ പിന്നെ ഒരു ബീഫ് വേവിക്കുന്ന ചൂടിൽ നശിക്കൂലാണ്. കാരണം അത്രക്കും പവറാണ്. അതുകൊണ്ടാണ് പന്നിമാംസം കഴിക്കുകയാണെങ്കിൽ തന്നെ അത് നല്ലോണം വേവിക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ ഇവിടെ ഇപ്പോ പന്നിമാംസം കുഴപ്പമില്ല എന്ന് പറയേണ്ടവരുണ്ട്, ഒരു തിന്നോട്ടെ, നമ്മളതിനെതിരെ പറയാനൊന്നും പോണ്ട, നമുക്ക് പറ്റും. എന്നതുപോലെ പിന്നെ ബീഫ് കഴിക്കൂല എന്ന് പറയേണ്ടവരുണ്ടല്ലോ, ഒരു കഴിക്കരുത്, നമുക്കത് പറ്റും, അപ്പൊ നമുക്ക് കഴിക്കാം. നിങ്ങളും കഴിക്കണം എന്ന് അവരോട് നമ്മൾ പറയണ്ട, നിങ്ങൾ കഴിക്കരുത് എന്ന് ഇങ്ങോട്ട് പറയരുത്. പന്നി നിങ്ങളും കഴിക്കരുത് എന്ന് നമ്മൾ ആരോടും പറയാൻ പോണ്ട, നിങ്ങൾ കഴിക്കണം എന്ന് ഇങ്ങോട്ടും പറയാൻ വരരുത്. അപ്പൊ പിന്നെ തർക്കങ്ങളും കുഴപ്പങ്ങളും കലാപങ്ങളും ഒന്നും ഉണ്ടാവില്ല. ആ ഒരവസ്ഥയാണ് വേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയാണ് ഫഇന്നഹു റിജ്സ്. നോക്കൂ, അല്ലാഹു പറയാണ് ഇത് മ്ലേച്ഛമാണ്, ഇത് ശരിക്കും അടിസ്ഥാനമുള്ള കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് കിട്ടിയ ബോധനനുസരിച്ച് എന്നോട് കൽപ്പിക്കപ്പെട്ടത് ശവം പറ്റൂല, ചോര പറ്റൂല, പന്നിമാംസം പറ്റൂല. ഔ ഫിസ്ഖൻ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരല്ലാത്തത് കൊണ്ട് പേര് പറയാതെ അറുക്കപ്പെട്ടത്, അതും ഒരു ദുർനടപ്പാണ്, അതും പറ്റൂല. അതും പറ്റൂല എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾ പറയും പോലുള്ളൊരു മസല നമ്മൾ കേട്ടിട്ടില്ല. അള്ളാഹുവിന്റെ പേരല്ലാത്ത പേര് ഉച്ചരിച്ചിട്ട് അറുക്കുക. നമ്മളിന്നാള് പറഞ്ഞതാണ്, ഇവര് ലാത്ത എന്നുള്ള ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ബിസ്മില്ലാത്ത, അല്ലെങ്കിൽ ലാത്തന്റെ ഉസ്സന്റെ പേര് പറയുക, ഇരട്ടകളാണ്. ബിസ്മില്ലാത്ത വൽ ഉസ്സ, ലാത്തയുടെയും ഉസ്സയുടെയും നാമത്തിൽ ഞാൻ ഇത് അറുക്കുന്നു. നമുക്ക് ബിസ്മില്ലാ, അള്ളാന്റെ നാമത്തിൽ, അത് മാത്രമേ. എന്നാൾ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ പേര് പറയാതെ അർത്തു എന്നുള്ളതുകൊണ്ട് അറിവ് ശരിയാകായി ഒന്നുമില്ല, സുന്നത്തുള്ളൂ. മുസ്ലിം അറക്കണം എന്നുള്ളൂ, നമുക്ക് മുസ്ലിമായ ആളറക്കണം. ബിസ്മി ചൊല്ലൽ സുന്നത്താണ്,
സ്വാഭാവികമായിട്ട് നമ്മൾ വിസ്മി ചൊല്ലല്ലോ നമ്മൾ, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നിഷിദ്ധമാക്കിയത് ഏതാണ്? അത് വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറക്കുന്നുണ്ട്. അത് ശരിയല്ല, അത് നിഷിദ്ധമാണ്, അത് നമുക്ക് പറ്റൂല. മൃഗത്തിന്റെ കുഴപ്പമില്ല, അത് ഓല നിലപാട് ശരിയായി, അതാ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഏതായിരുന്നാലും ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫമനിൽ തുറ ഗൈറ ബാഗിൻ വലാ ആദ്. ഇനി പറയാൻ പോകണ്ട എന്താ നിങ്ങള്, ഒരാള് പിന്നെ ഇനി ഒരാള് ഇത് കഴിക്കൽ നിർബന്ധിതമായ ഒരു സാഹചര്യം വന്നു. എങ്ങനെ? ഓൻ അതിനോട് ആഗ്രഹം ഉണ്ടായിട്ടോ അതിരുവിട്ട പ്രവർത്തനമായിട്ടൊന്നുമല്ല, നിർബന്ധിത ഘട്ടത്തില് ഒഴികെ ഒരാൾ ഇത് തിന്നാലോ, ഫഇന്ന റബ്ബക ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും നിന്റെ രക്ഷിതാവ് എല്ലാം പൊറുക്കുന്നവനാകുന്നു, കാരുണ്യവാനുമാകുന്നു. എന്താ പറഞ്ഞറിയോ? ഒരാൾക്കിപ്പോ ഭക്ഷണം കിട്ടാനൊന്നുമില്ല, ഭക്ഷണമൊന്നുമില്ല, അങ്ങനെ അവന്റെ ജീവൻ ഇതാ അപകടത്തിൽപ്പെടാൻ പോവാണ്, മരിക്കാൻ പോവാണ്, ഒന്നും കിട്ടാനില്ല. അപ്പോ അവന് അവിടെ ഒരു ശവം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ശത്രുക്കള് നമ്മളെ ഒരു റൂമിൽ വിട്ടടച്ചു, ഒന്നുമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നും തന്നില്ല. പോർക്കിന്റെ ഇറച്ചിയെല്ലാം പൊരിച്ച് അവിടെ വരട്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് പറ്റൂലല്ലോ, അതുണ്ടാവുകയാണ് ഇത്, വേറൊന്നും പറ്റൂല. ഒരു ദിവസം കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂറായി. ഓന് തോന്നി ഞാൻ ഇപ്പം മരിക്കും, വേറെ ഒരു വഴിയില്ല. ആ ഇറച്ചിയെടുത്ത് നിന്ന് കുറച്ച്, ആ പന്നിയിറച്ചി കുറച്ചെടുത്ത് നിന്നു, ജീവൻ നിലനിർത്താൻ മാത്രം. അവൻ നിർബന്ധിക്കപ്പെട്ടാണ്. ഓന് അതിന് വിട്ട് ചെയ്തതല്ല, ഓനെ ഇറച്ചി തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് തിന്നതല്ല. പക്ഷെ എങ്ങനെയും ഇവിടെ നിന്ന് കഴിച്ചിലായി കിട്ടണല്ലോ, ജീവൻ നിലനിർത്തണല്ലോ, അതിന് വേണ്ടിയത്. അത് കുഴപ്പമില്ല. അത് ശവാണെങ്കിലും അങ്ങനെ നിർബന്ധിത, കള്ളാണെങ്കിലും അങ്ങനെയുള്ള നിർബന്ധിത ഘട്ടത്തിൽ. പിന്നെ പുടുത്തം പുട്ട തവക്കുലിന്റെ ആളുകൾ ഉണ്ടാവട്ടെ, മരണം സംഭവിച്ചാൽ പോലും അത് നമുക്ക് അത് ഓൽക്കത് ബാധകല്ല. കാരണം എന്താ വെച്ചാല് അതൊരു ലഹരിയാണ്. അതിനിപ്പോ അത് നല്ല വേറെ എല്ലാ വിഷയപ്പോ കല്യാണം കഴിക്കാതിരിക്കും. അപ്പൊ ശരിക്കും വേണ്ടത് ഇബാദത്ത് മുടങ്ങുമെന്ന് കരുതിയിട്ട് കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ള സിസ്റ്റം പാടില്ല എന്നൊക്കെ. എന്നാൽ ഒറ്റപ്പെട്ട ചിലര് വിവാഹം കഴിച്ചിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാല് ഓൽക്കതിനോട് താല്പര്യമില്ല. അവരെന്താ വെച്ചാല് വെറും അള്ളാഹ്ന്നുള്ള ഉറക്കമായിരിക്കും. നമ്മൾ രാത്രി ഫുള്ള് ഉറക്കൊഴിക്കുന്ന സുന്നത്തിനെതിരാണ്. എന്നാൽ വെറും അള്ളാഹ്ന്നുള്ള ചിന്തങ്ങട്ട് അത് ഊക്കൂടിക്കാണ്ട് ആ ആത്മീയ മേഖലയിൽ ഉയർന്ന് ഉറക്കില്ലാതായി. ഭൗതിക കാര്യത്തിൽ ചിന്തിച്ച് നമുക്ക് ഭ്രാന്ത് വരുന്നത് പോലെ ആത്മീയമായ കാര്യത്തിൽ ചിന്തിച്ച് ചില ആളുകൾക്ക് ഭ്രാന്ത് വരാം. ഭൗതിക വിഷയത്തിൽ ചിന്തിച്ച് നമുക്ക് ഭ്രാന്ത് വന്ന നമ്മൾ പറയും, ഓനെ കുതിരവട്ടത്ത് കൊണ്ടാക്കേണ്ടി, തിരൂര് കൊണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആ കേന്ദ്രത്തിൽ ഇന്ന കേന്ദ്രത്തിന് മാനസികമാണ്. ആത്മീയ രീതിയിലാണെങ്കിലോ അതും ഒരു ഭ്രാന്താണ്. പക്ഷെ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, ഓൻ ഇഷ്ടപ്പെട്ട പെണ്ണ് കിട്ടാത്തതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഓന് ഭ്രാന്തായതാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ബാധ്യത വന്നിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട്. അങ്ങനെ വലിയ ബാധ്യത വന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു, ഭ്രാന്തായതാണ്. ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, ഞാന് കടം വീട്ടൂല. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതിന് കാരണം ഉസ്താദേ, ഇന്റെ കടം റബ്ബാക്കിയതല്ലേ, ഓൻ കടാക്കാൻ ഞാൻ വീട്ടുക, അത് പറ്റൂല എന്നോട്. ഞാൻ ഒന്നും മുണ്ടിയില്ല കേട്ടോ, ഞാൻ ഒന്നും മുണ്ടിയില്ല. എന്നോട് അയാൾ വരുമ്പോൾ വരണ്ടിന്റെ മുമ്പ് തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു, കുട്ടികള് ഞാൻ നമ്പറൊക്കെ വാങ്ങിക്കുന്നു, ഇന്ന ആള് വരുന്നുണ്ട് കേട്ടോ, എങ്ങനെയും ഒഴിവാക്കി വിട്ടോണ്ടിയാണ്. എനിക്കറിയാം ബിസിനസ്സാണ് പൊളിഞ്ഞാണ്, മനസ്സിലാകാൻ. അപ്പൊ എന്നോട് പറയും, ആദ്യം ഈ ഓൻ കടാക്കുക, ഞാൻ വീട്ടത് നടക്കൂല. അപ്പൊ ഞാൻ ഈ ഓന് എന്നുള്ള ലൊമീർ ഒടുക്കാൻ മടങ്ങണ്ടെന്ന് ആദ്യം ഒന്ന് സംശയിച്ചു. പിന്നെ മൂപ്പരെന്നെ പറഞ്ഞു, റബ്ബേ അങ്ങനെ. അപ്പൊ അതൊക്കെ ഭൗതിക കാര്യങ്ങളിൽ ഉള്ളതാണ്. എന്നാൽ ആത്മീയ കാര്യത്തിലുണ്ടാവും. അപ്പൊ ഓല് ചിലപ്പോ രാത്രി ഫുള്ളർക്ക് വയ്ക്കും. ഓലോട് ഇത് നബിന്റെ സുന്നത്തിന് ഇതാന്ന് പറഞ്ഞാൽ അക്കല്ല, വിലാകെ തെറ്റിയാണ്. ഓല ചിലപ്പോൾ പറയാം എനിക്ക് ജുമാ നിർബന്ധമില്ല എന്നൊക്കെ. ഓലാണ് നമ്മൾ ഈ ഔലിയാക്കളെ കൂട്ടത്തിൽ ജദുബിന്റെ ഹാരി അറിയുന്നത്, പുടുത്തം വിട്ടവര്.
പക്ഷേ ഓല് സാമ്പത്തിക വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെ കാരണം ഓൽക്ക് അങ്ങനത്തെ ഒരു ചിന്തയുണ്ടാവില്ല. ഇന്നിപ്പോൾ കുറേ ആൾക്കാർ ജുമാക്ക് പോകാതെ പറയാണ് എന്ത് ജതുവിൻ്റെ ഹാലാന്ന് പറയും ചോദിച്ചും, പൈസ എല്ലാം വാങ്ങും ചോദിച്ചും. അവിടെയൊക്കെ നല്ല നോട്ട്, പുതിയ നോട്ട് വാങ്ങുക, കണക്കൊക്കെ കൃത്യമായിട്ട് പറയാം, അവിടെ ഹാലിനൊന്നൊരു മാറ്റവും ഇല്ല. പക്ഷെ ജുമാക്കോന്റെ വിഷയത്തിൽ പെണ്ണ് 4 അധികം കെട്ടുക, അങ്ങനെയൊക്കെ ഉണ്ട്. സുന്നത്തല്യാണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഇതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയാണ്. ഇനി ഇതിന് വേറൊരു വ്യാഖ്യാനമുണ്ട്. ഇതിപ്പോ നമ്മൾ നേരെ ഇവിടെ ശവം, പന്നി കാര്യങ്ങളൊക്കെ നേരെ പറഞ്ഞല്ലോ, അത് നേരെ ഒരു വിശദീകരണം അങ്ങനെ തന്നെയാണ്. ഇനി അതിന് വേറൊരു വിശദീകരണം കാണുന്നത് ഇവിടെ അല്ലാഹു തആല ഈ ശവത്തെ എനിക്ക് എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ അറിയോ? ദുന്യാവിനോടുള്ള അമിതമായ സ്നേഹം റബ്ബ് എനിക്ക് വിലക്കിയിരിക്കുന്നു എന്നാണ് നബി തങ്ങളെ പറയാൻ പറയുന്നത്. കാരണം എന്താ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് രേഖയായിട്ട് പറയുന്നത്. നോക്കൂ, പിന്നെ ദാവൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ദാവൂദ് നബിയോട് അള്ളാഹു പറഞ്ഞത്രേ, യാ ദാവൂദ് മസലു ദുനിയ കമസലി ജീഫ. ദാവൂദ് നബിയോട് അള്ളാഹു തആല പറഞ്ഞ, ദാവൂദ് ഈ ദുന്യാവിന്റെ ഉപമ ശവം പോലെയാണ് കേട്ടോ. ഇങ്ങോട്ട് പറഞ്ഞു, ദുന്യാവിന് വേണ്ടി കടിപിടി കൂട്ടുന്നവർ ഒരു ശവത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന നായകളെ പോലെയാണ്. ഒരു ചത്ത ശവം കണ്ടാല് നായകള് അതിനോട് കൂടിയിട്ട് കടിച്ചു കീറും, അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു, എല്ലാവരും കൂടി വലിച്ചു കൊടലും മാലിയും ഒക്കെ ചോർത്തും. ഇതുപോലെയാണ് ശരിക്കെന്ത് ദുന്യാവ്. അതിന്റെ പിറകെ മാത്രം പോകുന്നവരെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ശവം എനിക്ക് നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ദുന്യാവിനെ എനിക്ക് നിഷിദ്ധമാക്കി എന്നാണ്. അപ്പൊ തീരെ ദുന്യാവ് പാടില്ല എന്നാണോ? അത് അല്ല, അതല്ല അതിന്റെ ഉദ്ദേശം. അമിത സ്നേഹം ഒരാള് ദുന്യാവിന് കൊടുക്കുക, അത് പാടില്ല, അത് പാടില്ല. അത്രേ ഉള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ആകെ കുടുങ്ങി പോകൂലേ? കുടുങ്ങി പോകുമെന്ന് ചോദിച്ചാല് അമ്പിയാക്കള് വരെ പെടൂലേ? കാരണം അമ്പിയാക്കള് അല്ലാഹു തആല നല്ലോണം കൊടുത്തില്ലേ നബിമാർക്കൊക്കെ. പണ്ട് മറ്റേ ആര് പിന്നെ ബിൽഖീസ് രാജ്ഞി ഓല സിംഹാസനത്തിന്റെ ഒക്കെ വലിപ്പം എത്രയും. അപ്പോ സുലൈമാൻ നബി എന്താ പറഞ്ഞത്? അതിനേക്കാൾ വലുതിന്റെ അടുത്തുണ്ട്, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞത്. സ്വത്തുണ്ടായതുകൊണ്ടാണത്. അതിന് മാത്രം സ്വത്ത് അല്ലാഹു തആല അവർക്ക് നൽകിയിരുന്നു. അതിന് മാത്രം. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം 80 മുഴക്കേന് അതിന്റെ ഉയരം. 80 മുഴം വിസ്താരം. അതിന്റെ ആദ്യത്തെ 2 തൂണുകൾ സ്വർണം, ബാക്കിലെ 2 തൂണുകൾ ഖുർആൻ പറയുന്ന കഥയാണിത്, വെള്ളി. പിന്നെ വിലപിടിപ്പുള്ള രത്നങ്ങള്. ആ സിംഹാസനം യമനിൽ നിന്ന് ഫലസ്തീനിക്ക് എത്തിച്ച് പിന്നെ ഇവരന് വരുമ്പോ ഖുർആൻ പറയുന്നുണ്ട്, ഈ ബിൽഖീസ് രാജ്ഞിയും 10,000 പട്ടാളക്കാരടക്കം പരിവാരങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് മഹാനായ സുലൈമാൻ നബി പറഞ്ഞു, നെക്കിറൂഹാർന്നു. അതിനൊന്നും ചെറിയൊരു മാറ്റം വരുത്തിക്കാണിയാണ് ആ സിംഹാസനം. രാജ്ഞി ഇവിടെ വരുമ്പോ ഒന്നിട്ട് അന്തം വിടണത് കണ്ടിട്ട് ഇത് നമ്മളതല്ലേന്ന് തോന്നും വേണം, എന്നാ അല്ലല്ലോ എന്നും തോന്നണം, ചെറിയൊരു മാറ്റം വരുത്തിയാണ്. അങ്ങനെ അതിമനോഹരമായ താഴികക്കുടത്തിന്റെ അടുത്ത് പെട്ടെന്ന് ഇതൊക്കെ വളരെ വേഗത്തിലാണ് ശൈത്താന്മാരെ കൊണ്ടാണ് സുലൈമാൻ നബി ചെയ്യിച്ചത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. മുൻഭാഗത്ത് ആ തൂൺ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി. സുലൈമാൻ നബി ഭയങ്കര സമ്പന്നനായിരുന്നു എന്ന് മാത്രമല്ല, ഇന്നൊക്കെ നമ്മൾ ചില പാർക്കുകളിലോ അല്ലെങ്കിൽ ചില ഹോട്ടലുകളിലോ റെസ്റ്റോറന്റുകളിലോ ഒക്കെ പോയാൽ അല്ലെങ്കിൽ ചില ഗ്ലാസ് പാലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതൊക്കെ എന്തിനാ പറയേണ്ട? നിങ്ങള് ദുന്യാവ് അങ്ങനെട്ട് വേണ്ടെന്നല്ല പറയുന്നതെന്നാണ്. ഒക്കെ നമ്മളെ നിലപാട് പോലെയാണെന്ന് അറിയിക്കാനാണ്. സുലൈമാൻ നബി ഒരു കാര്യം കൂടി ഒപ്പിച്ചു. സുലൈമാൻ നബി രാജ്ഞി അവിടെ വരേണ്ടതിന്റെ മുമ്പ് രാജ്ഞിക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കി. അവിടെ കൊട്ടാരം ഉണ്ടാക്കി പറഞ്ഞാൽ ഉള്ള കൊട്ടാരം തന്നെയാണ്, അതിലൊന്നാണ് സെറ്റപ്പ് ആക്കിയ ഒരു റൂം. അതിനെപ്പറ്റി ഖുർആൻ പറയുന്നുണ്ട്. രാജ്ഞി തന്റെ പരിവാരങ്ങളോടുകൂടെ അങ്ങോട്ട് വന്ന് അതിമനോഹരമായ രൂപത്തിലുള്ള പിന്നെ ഇത് കാണാണ്. ഏത്? ഈ പിന്നെ തന്റെ സിംഹാസനം കാണാണ്. അപ്പൊ ഈ സിംഹാസനം കണ്ടപ്പോ രാജ്ഞി ചോദിക്കാണ്, സുലൈമാൻ നബി ചോദിക്കാണ്, ഇങ്ങനെയാണോ നിങ്ങളെ സിംഹാസനം? അപ്പോ രാജ്ഞി പറഞ്ഞു, ഇതുപോലെയുണ്ട്, ഇതാണ് ഇന്റേതെന്ന് പറഞ്ഞില്ല, എന്നാല് ഏകദേശമൊക്കെ ഇതേപോലെയാണ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. അങ്ങനെ എന്നാ വരി, ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം, ഇങ്ങോട്ട് വന്നോളിയാർ.
അങ്ങനെ ഖുർആൻ പറയുന്നുണ്ട്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജ്ഞിയെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ പിന്നെ കൊട്ടാരത്തിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോ രാജ്ഞി എന്ത് ചെയ്തു അറിയോ? ആ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറുമ്പോ തന്റെ വിലപിടിപ്പുള്ള വസ്ത്രമുണ്ട്, ആ വസ്ത്രം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറ്റി പിടിച്ചു. അപ്പോ ഇവർക്ക് തോന്നേണ്ടത് സുലൈമാൻ നബി ഒരുക്കിയ ആ കൊട്ടാരത്തിന്റെ അകത്ത് ഇന്നൊക്കെ നമ്മളിപ്പോ അങ്ങനെ ഒരു പെരിയില് ഒരുക്കി കഴിഞ്ഞാല് ആ കുടിരിക്കലിന് പോയ ഉസ്താദ് അടുത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമാ പ്രസംഗം തയ്ക്കാറ്. എന്തിനാണ് ഇങ്ങനെ ദുനിയാവെന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ നിലപാട് എന്താണെന്ന് അറിയാതെ പറയരുത്. ഖുർആൻ പറയാണ്, രാജ്ഞിയുടെ ആനയിച്ചു കേട്ടോക്കി, കൊട്ടാരത്തിലേക്ക് കയറിയാലോ. ഫലമ്മാ റഅതുഹു, കൊട്ടാരത്തിന്റെ അകണ് കണ്ടപ്പോ ഹസിബതുഹു, രാജ്ഞി വിചാരിച്ചു ലുജ്ജത്തൻ, ഇത് വെള്ളാണ്, കടലാണ് തോന്നി. എന്ന് പറഞ്ഞാല് ജലാശയാണ്. കാരണം റൂമിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നു, മത്സ്യങ്ങൾ അങ്ങനെ പായുന്നു, ഇതാ കാണുന്നത്. വകശഫത് അൻ സാഖൈഹ, രാജ്ഞി തന്റെ വസ്ത്രം കയറ്റി പിടിച്ചു. വലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ കണ്ട് ചവിട്ടിയാൽ നിലത്തേക്ക് ചവിട്ടിയാല് വെള്ളത്തേക്ക് ആവുമല്ലോ നനയല്ലോ എന്ന് കരുതിയിട്ട് ഇത് മുട്ടിന്റെ അവിടെ ഇങ്ങോട്ട് ഉയർത്തിയിട്ട് കാല് അതിക്ക് വെക്കാൻ നോക്കുകയാണ്. കാല അപ്പോ മഹാനായ സുലൈമാൻ നബി പറഞ്ഞു, ഇന്നഹ ശർഹുൻ മുമർറദും മിൻ ഖവാരീർ, പേടിക്കണ്ട, അത് ഗ്ലാസ്സാണ്. അത് ഗ്ലാസ് കടഞ്ഞെടുത്തതാണ്, ധൈര്യമായിട്ട് ചവിട്ടിക്കോളിയാണ്. അപ്പൊ സംഭവം എന്താ? അടിയിൽ വെള്ളാണ്, ഒറിജിനൽ വെള്ളാണ്, അതിൽ ഒറിജിനൽ മത്സ്യങ്ങളുണ്ട്, അതിന്റെ മേലെ ഗ്ലാസ് സ്ഥാപിച്ചുകയാണ്. അത് ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഗ്ലാസ്സിൽ ഒരു വര പോലും ഇല്ലാതെ ആ ഗ്ലാസിന്റെ ആ ഗ്ലേസിങ് കാരണമാണ് എന്ത്? അത് കാരണം അതിന്റെ ആ ക്ലിയർ കാരണം തോന്നുകയാണ് ഗ്ലാസ് ഉണ്ട് തോന്നില്ല. ഗ്ലാസ് നമ്മളിപ്പോ ഗ്ലാസ് വെച്ചാൽ ചിലപ്പോ ഗ്ലാസ് ഉണ്ട് തോന്നാത്തോണ്ടാണല്ലോ ചിലപ്പോ ഒക്കെ പൊട്ടിച്ചുകൊണ്ട് എന്നാ അടയാളം വെക്കുന്നുണ്ട്. ലൈനൊക്കെ ഉണ്ട് അതിനാണല്ലോ, അല്ലെങ്കിൽ കഴിയുമ്പോ ഒന്ന് മുട്ടും. അപ്പൊ ഇതിൽ അടിയിൽ ഗ്ലാസ് തോന്നിയ വെറും വെള്ളം തോന്നുകയാണ്. അപ്പൊ ആ ഗ്ലാസിന്റെ മേലെ കൂടിയാണ് ശരിക്കും നടക്കുന്നത്. അപ്പൊ ഇവർക്ക് ഭയങ്കര അത്ഭുതം തോന്നിയെന്നാണ്. ഇന്റെ അടുത്തുള്ള ഒന്നുമല്ല, ഒരു വലിയ തമ്മിൽ വന്നാണ്. നമ്മളിപ്പോ അത്യാവശ്യം ഉണ്ടല്ലോ ഒരാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്നേ അതുണ്ട്. നമ്മളിപ്പോ ഒന്ന് വലിയ സംവിധാനമായിട്ട് ഇപ്പൊ ഞാനിപ്പോ അടുത്ത് ഒരു വീട്ടിന്റെ കുടിരിക്കലിന് പോയപ്പോ മുകളില് എനിക്ക് കാണിച്ചു തന്നു. മുകളില് ഇങ്ങനെ കോണി കാര്യം ഇങ്ങനെ പോയാൽ പിന്നെ ഒരു പാലാണ്, അടുത്ത റൂമിക്ക് പാലാണ്, അത് ഗ്ലാസ്സാണ്. അപ്പൊ എന്നോട് നടക്കാൻ പറഞ്ഞു. എനിക്കൊരു പേടി, സംഗതി ഒരു നില ഉയരത്തിലാണ്, എന്നാൽ തന്നെ അടിയിൽ നോക്കിയിട്ടൊരു പേടി. വേറെ പേടി എന്താ വെച്ചാല് അടിയിലെ ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ മേലെ കൂടി പോകുമ്പോഴേ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അമ്മാതിരി ഗ്ലാസ് ആട്ടുകയാണ്. ഓൽക്കതൊരു വിഷയമല്ല. ഓലിപ്പോ കണ്ട് കുട്ടികളെ കൂടി തന്നെ ഓടാനായിട്ടൊക്കെയാണ്. നമുക്ക് കാണുമ്പോൾ ഒരു ബേജാറ്. അപ്പൊ ഇന്നിപ്പോ ചില പ്രധാനപ്പെട്ട ചില ഹോട്ടലുകളൊക്കെ അങ്ങനെ ഉണ്ട്. കയറി ചെല്ലുന്നിടത്തൊക്കെ അടിയിൽ ഇത് വെള്ളം, മത്സ്യങ്ങളൊക്കെ അതിൽ പോയി അതിന്റെ മേലെ ഗ്ലാസ് ഇട്ടുണ്ട്, അതിന്റെ മേലെ കൂടി പോകാം. ഇതൊക്കെ ഇന്നിപ്പോ വലിയ സംഭവമായിട്ട് കാണാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ ഇത് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്രക്കുള്ള സെറ്റപ്പ് ഒരുക്കി. എന്നാൽ സുലൈമാൻ നബിക്ക് അള്ളാഹു തആല അതൊക്കെ കൊടുത്തു. അദ്ദേഹം അള്ളാന്റെ ഹക്ക് വീട്ടുന്നതിൽ ഒരു ഇതുണ്ടായില്ല. അപ്പൊ ഇതിപ്പോ ദുനിയാവല്ലേ, ഒരു അത്യാഡംബരല്ലേ? അവിടെ എവിടെ വിഷയം കിടക്കേണ്ടത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഗത്തുനിന്ന് അള്ളാനെ മറക്കുന്ന ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അത് പ്രശ്നമില്ല. മൂപ്പര് ശരിക്ക് കാര്യങ്ങൾ അതൊക്കെ എന്താ വെച്ചാൽ സൈഡാണ്. മുഖ്യം അള്ളാഹുവിന്റെ ദിക്റാണ്. പിന്നെ പഠിച്ചാണ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാന്റെ തിരുദൂതരോ ഒരു കുപ്പായില്ലാതെ അള്ളാന്റെ തിരുദൂതര് കിടക്കുകയാണ്. ഒരിക്കൽ സഫിയ ബീവി, ഒരിക്കൽ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനോട് പറയാണ്. ഇത് അദ്ദേഹം ഭരണാധികാരിയാണ്, ഉമർ റളിയല്ലാഹു ഖലീഫയാണ്. ഖലീഫ ഉമർ റളിയല്ലാഹുവിനോട് തന്റെ മകളായ ഹഫ്സ മകള് മാത്രമല്ല നബിന്റെ ഭാര്യയും കൂടിയായിരുന്നു. പിന്നെ ഓല വേറെ ആർക്കും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, ഓല് പിന്നെ വിധവകളാ. ആ ഹഫ്സ ബീവി വന്നിട്ട് തന്റെ ഉപ്പാനോട് പറയാണ്, ഉപ്പ എനിക്ക് നല്ലൊരു വസ്ത്രം വേണം. അത് ഒരു പറഞ്ഞെന്താ വെച്ചാല് ഈ അതും ഇതൊക്കെ തുന്നി പിടിപ്പിച്ച നല്ല വസ്ത്രം, വിലപിടിപ്പുള്ള വസ്ത്രം വേണം.
നിങ്ങൾ ഭരണാധികാരിയൊക്കെ അല്ല, നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ തന്റെ മകളെ കൈ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയണ ജിന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഭർത്താവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരിക്കൽ ചെന്നപ്പോ നിബിതങ്ങള് കിടക്കുകയാണ്, കുപ്പായിട്ടിട്ടില്ല. അവനെ കണ്ടപ്പോ നിബിതങ്ങൾ എഴുന്നേറ്റിരുന്നപ്പോ ആ കിടക്കുന്ന സ്ഥലത്തുനിന്ന് പൂഴി ചെറിയ കല്ലുകൾ നബിന്റെ മേനിയിൽ ഇങ്ങനെ പതിഞ്ഞിരുന്നു. നബി ഇരുന്നപ്പോ അതങ്ങനെ കൊയിഞ്ഞാടി. അപ്പൊ എനിക്കത് വിഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു, നബിയെ, കിസ്റയും കൈസറും ഓൽക്കൊക്കെ എന്തോ ഒരു സൗകര്യങ്ങളാ, റോമും പേർഷ്യയും ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് എന്തൊരു സൗകര്യം, അവരെക്കാൾ വലുതാനുള്ള സ്ഥാനം കൊണ്ടങ്ങ് നല്ലൊരു കുപ്പായം വാങ്ങിച്ചൂടെ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഉമറേ, കിസ്റക്കും കൈസറിനൊക്കെ ഉള്ളത് അള്ളാഹു തആല ഇവിടെ തന്നെ കൊടുക്കുക, നമുക്ക് നാളെ അവിടെ പോരേന്ന് ചോദിച്ചു. അതിന് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നു. ഈ സംഭവം ഉദ്ധരിക്കാൻ ഹഫ്സനോട് എന്നിട്ട് പറഞ്ഞു, എനിക്കിനി വേണോ ചോദിച്ചു. ഹഫ്സ വേണ്ട, എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായത്തിന് 12ഓളം കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഖലീഫ ആയിരുന്ന കാലത്ത്. കഷ്ണം ഒരു മോഡലാക്കിയതല്ല, കീറിയപ്പോ കഷ്ണം വെച്ചതാണ്. വേണമെങ്കിൽ പൊതു ഖജനാവെന്ന് വകുപ്പ് ഉണ്ടാക്കാമായിരുന്നു. ഇന്നത്തെ ഭരണാധികാരികളൊക്കെ ഒന്ന് പഠിക്കണല്ലേ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചകൻ അള്ളാഹു ഈ ഒരു രൂപത്തിലാണ്, എന്നാ സുലൈമാൻ നബിക്ക് നേരെ തിരിച്ചാണ്, ഇബ്രാഹിം നബിക്ക് നേരെ തിരിച്ചാണ്, എല്ലാം കൊടുത്തു. കിട്ടിയെന്നുള്ളതുകൊണ്ട് ഒരു കൊടുത്തം കിട്ടിയില്ലാന്നുള്ളതാണ്. അതാണ്. അപ്പോ ദുന്യാവിനെ ശവത്തിനോട് ഇവിടെ തുലനം ചെയ്തത് അവിടെ ഉദ്ദേശം ദുന്യാവാണെന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത്. നേരെ അർത്ഥം ശവം പറ്റൂല തന്നെ, പക്ഷെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആശയം ഇതാണ്. ദാവൂദ് നബിയോട് അള്ളാഹു പറഞ്ഞില്ലേ, ദുന്യാവ് അത് ശവമാണ്. അപ്പോ പിന്നെ ഈ നായ അതിനെ കടിച്ചു കീറുന്നത് പോലെ മനുഷ്യന്മാര് ദുന്യാവിന് വേണ്ടി കടിച്ചു കീറുന്ന അറിയിക്കാനാണ്. ഇനി ഇവിടെ ഈ അബ്ദമുൽ മസ്ഫൂഹ് എന്ന് പറഞ്ഞല്ലോ, ഒലിക്കുന്ന ചോര എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താ നിങ്ങള്? ഒന്ന് നേരെ അർത്ഥം തന്നെ, ഒലിക്കുന്ന ചോര നമുക്ക് പറ്റൂല, എന്നാൽ കരള് അതിന് ഒഴിവാണ്, ഒലിക്കുന്നതല്ല. ലിവർ നമുക്ക് തിന്നുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ഈ ഒലിക്കുന്ന രക്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് വേറൊരർത്ഥം മഹാന്മാര് പറയുന്നു. ഇങ്ങനെയൊരു അർത്ഥം അതിനുണ്ട്, ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശം ദുന്യാവിന്റെ ഷഹവാത്ത് ലദ്ദാത്ത്. ഈ ചോര ഒലിപ്പിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ അറിയോ? ഇസ്ലാമിന്റെ ഹുറുമത്തിനെ ഒരാൾ വെട്ടുക, പരിക്കേൽപ്പിക്കുക. എല്ലാം ചിന്തിക്കണം കേട്ടോ. നോക്കൂ, പരിശുദ്ധ ദീനിന്റെ ഹുറുമത്തിന് ഒരാൾ മുറിവേൽപ്പിച്ചിട്ട് അങ്ങനെ വരുന്ന ചോരയാണ് അതുകൊണ്ട് ഉദ്ദേശം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നാടന്മാരെന്നെ പറയലെന്ത് നോക്കിയാ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കരുത് ട്ടോ എന്ന് പറയില്ലേ, അതിന്റെ വേറൊരു ശിഷ്ടാണെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അതായത് അവിടെ ചോര ഒലിക്കുന്നത് പറ്റൂല എന്ന് പറഞ്ഞാൽ ആ ചോര നമുക്ക് പറ്റൂല എന്നാ അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഇസ്ലാമിന്റെ ഹുർമത്തിനെ പിച്ച് ചീന്തരുത്, അത് വെട്ടി പരിക്കേൽപ്പിക്കുന്നത് പോലെയാണ്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ പുൽകുന്നത് ആ ചോര കുടിക്കുന്നത് പോലെയാണ്. അതിലാണ് വെച്ചുകൊടുത്താൽ മതി. UAE ഇപ്പത്തെ അത് UAE ഒന്ന് പോകണ്ട. നമ്മളിപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിക്കാണ് ചേർത്തിയാൽ മതി. പരിശുദ്ധ ദീന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കല്യാണത്തിലാണ്. പരിശുദ്ധ ദീന് ഒരു നിലക്കും അംഗീകരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ, എന്നോ ഈ പെൺകുട്ടിന്റെ ക്ലാസ്സിൽ പഠിച്ച ക്ലാസ്മേറ്റുകൾ എന്ന് പറഞ്ഞ് അവര് മുഴുവൻ വന്ന് തോളുക്കുടി കൈയിട്ട് പിടിച്ച് പുതിയണ്ണിനെ ആൺകുട്ടികൾ, അതിനാണ് നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുന്നത്. നോക്കൂ, നമ്മളെ ദീന് ശരിക്കും പറഞ്ഞാൽ ചോരൊലിപ്പിക്കണം, പിച്ച് ചീന്ത, ഫോട്ടോ എടുക്കല്ലേ. അത് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിപ്പോ. തലേന്ന് തന്നെ വരെയല്ലേ, പരിചയമില്ലാത്ത ചെക്കന്മാരൊക്കെ ഒന്ന് ഓളെ എവിടെ നോക്കും, അപ്പൊ ആ ഓളെ അവിടെ ഉണ്ട്, ഞാൻ പോയിക്കോ, മേലെയാണ് അറിയാം, അല്ലെ ആ റൂമിലാണ്. അങ്ങനെ ആയിപ്പോയി. അത് നടക്കുന്നുള്ളതുകൊണ്ടാണ് അതിൽ വരേണ്ടത്. വാപ്പ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ ഒരു കുട്ടിയും വരില്ല. ഒന്നിങ്ങനെ നോക്കും ഇയാൾ എത്രമാത്രം സ്ട്രോങ് ആണോ. ഓളപ്പ ഭയങ്കരമാണ്, ആ ഭാഗത്തേക്ക് വരില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മളെന്താ വെച്ചാല് ചേരൊന്നിൻ്റെ അടുത്ത് പോയാൽ നടുന്ന് കാരണമായിരിക്കേ നമ്മൾ അയക്കണം കൂടി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ ബർക്കത്തും കാര്യങ്ങളിൽ നഷ്ടപ്പെടുകയാണ്. നോക്കി നിങ്ങൾ ഈ ആയത്തുകളിലൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്. നമ്മൾ ഓരോ തഫ്സീറുകളിൽ ഈ ഖുർആൻ പഠിക്കണം എന്ന് അറിയേണ്ട വെറുതെ അല്ല കേട്ടോ. നമ്മൾ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിങ്ങനെ തഫ്സീറുകളിൽ ഇതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ
എല്ലാവരും പറയും ഖുർആൻ കടൽ പോലെയാണ്, ഖുർആൻ വലിയൊരു സംഭവമാണ്. പക്ഷെ ഉള്ളിക്കിറങ്ങണ്ടേ? അതിൽ നമ്മൾ ഈ കോരിയെടുക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കാണണ്ടേ? അപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാകാം. അപ്പൊ ഇങ്ങനെ ഒരു വാക്കിന് നേരെ ഒരു അർത്ഥം മാത്രമല്ല, അതിന് ഒരുപാട് ഉദ്ദേശങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടെന്നാണ്. അത് നോക്കൂ നിങ്ങൾ, എത്ര ഫിറ്റാണത്. ഒലിക്കുന്ന രക്തം അത് റബ്ബ് എനിക്ക് വഴിയിലൂടെ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒലിക്കുന്ന രക്തം തന്നെ. ഇനി അതിൽ മറഞ്ഞു കിടക്കുന്ന വേറെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് വേറെ ഉദ്ദേശങ്ങളുണ്ട്. അതാണ് ഏത് ദുന്യാവിന്റെ ലഹവാത്ത്, ലദ്ദാത്ത്, അതിന്റെ സൗകര്യങ്ങള്, സുഖങ്ങള്, ആഡംബരങ്ങള്, രസങ്ങള്, അത് ശരിക്ക് ദീനിന്റെ ഹുർമത്തിനെ മുറിക്കാണ്. ഹുർമത്തിനെ മുറിക്കാണ്. അപ്പൊ അതുകൊണ്ട് അത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ്. ഇനി ലഹ്മുൽ ഖിൻസീർ നോക്കൂ, പന്നിന്റെ ഇറച്ചി എനിക്ക് നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞല്ലോ, നേരെ അർത്ഥം തന്നെയാണ്. ഇനി അതിന് പിന്നെ കുറച്ചുകൂടി വ്യാഖ്യാനം പറയുന്ന എന്താ? അത് മാത്രല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം, അതുകൊണ്ട് ഉദ്ദേശം എല്ലാ രിജുസും, വേണ്ടാത്തതും ശൈത്താൻ എന്തൊക്കെ ഭംഗിയാക്കുന്നോ. എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിനോട് മായിദ സൂറത്തിലെ ആയത്തിനെ ചേർത്ത് പറയുന്നുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അവിടെ റിജ്സ് പറയുന്നുണ്ട്, ഇവിടെ റിജ്സ് പറഞ്ഞു. അത് പൈശാചികമായ വേണ്ടാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ റിജ്സ് പറഞ്ഞു, ഇവിടെ റിജ്സ് പറഞ്ഞു. രണ്ടും കൂടി കൂട്ടി വായിക്കുക. അപ്പൊ എല്ലാ വേണ്ടാത്തരങ്ങളും, പന്നിമാംസം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എനിക്കെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കള്ളും കഞ്ചാവും ചൂതാട്ടും, അങ്ങനെ ഒരുപാട് കാര്യം. എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, നമ്മൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാണ്ട് ഒറ്റ വാക്കിൽ എന്റെ രത്ന ചുരുക്കം എന്താന്ന് വെച്ചാല്, സമർപ്പണം പരിപൂർണമായിട്ട് അള്ളാഹ്ക്ക് ആക്കുക എന്നുള്ളതാണ്. ഇവിടെ നിൽക്കും കാര്യങ്ങൾ. എന്നാ പിന്നെ പ്രശ്നമില്ല. റബ്ബ് പറഞ്ഞെടുത്തേ ഞാൻ നിൽക്കുള്ളൂ. റബ്ബ് പറഞ്ഞെടുത്തു, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. അള്ളാഹു കൽപ്പിച്ച എല്ലാം 100ക്ക് 100 ഒരിക്കലും നമ്മളെ കൊണ്ട് ചിലപ്പോൾ കഴിയൂല. സാഹചര്യങ്ങൾ അങ്ങനെയാണ് എല്ലാം. എന്നാലുണ്ടല്ലോ നമ്മളൊരു നല്ല വിശ്വാസത്തോടുകൂടെ ഒരു പരിപൂർണ മുസ്ലിം ആകുക എന്നുള്ളതാണ്. നമ്മൾ മുൻഗാമികളുടെ ഓരോരുത്തരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കി. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഉമ്മു സലമ ബീവിയെ ഉദാഹരണം പറയുന്നത്. ഉമ്മു സലമ ബീവിയുടെ ഭർത്താവ് അബൂ സലമായിരുന്നു. 4 കുട്ടികളും. അവര് സമർപ്പണം അള്ളാഹ്ക്ക് പരിപൂർണമാക്കി. പക്ഷേ ജീവിക്കാൻ കഴിയുന്നില്ല. ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ. ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാല് അവിടെ അത്രക്കും പ്രയാസങ്ങൾ, വലിയ പ്രയാസങ്ങൾ അവർ നേരിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. അങ്ങനത്തെ ഒരു സന്ദർഭം വന്നപ്പോ ആ ഘട്ടത്തിലാണ് അവരെന്ത് ചെയ്തത്? അവിടെ നിന്ന് നേരെ പിന്നെ ഹിജ്റ പോയത്. എവിടേക്ക്? ഹബശയിലേക്ക്. അങ്ങനെ ഹബശയിലേക്ക് ഹിജ്റ പോയി തിരിച്ചു വന്നു. അങ്ങനെ ഉഹദ് യുദ്ധത്തില് അബൂ സലമ റളിയല്ലാഹു അൻഹു വലിയ പരിക്കേറ്റു. ആ പരിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടുന്നതിന് മുമ്പ് ഒരു യുദ്ധത്തിന് കൂടി പോകേണ്ടി വന്നു. അതിൽ ആ പരിക്ക് പറ്റി അവിടെ തന്നെ വീണ്ടും പരിക്ക് പറ്റി. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിലൊരു പ്രത്യേകത എന്താ വെച്ചാല്, അതിന് നബി തങ്ങൾ സാക്ഷിയായി എന്നുള്ള. നബി രോഗം കാണാൻ പോയതാണ്. അവിടുന്ന് മരണം സംഭവിച്ചു. 4 ചെറിയ മക്കളാണ്. ഉമ്മു സലമ ബീവി എല്ലാരെ കരഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ നല്ലോണം ക്ഷമിക്കാം, സാരല്ല. ഇന്നാലില്ലാഹി എല്ലാം പറഞ്ഞു. ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ അൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, അതിലെല്ലാം പറഞ്ഞു. പകരം തരാൻ അള്ളാഹിനോട് ദുആരക്കാനും പറഞ്ഞു. ആണ് റസൂല് പോന്നു. പിന്നീട് നബിക്ക് അല്ലാഹു തആല അറിയിപ്പ് കൊടുക്കേണ്ട ഉമ്മു സലമയെ കല്യാണം കഴിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പെണ്ണൊക്കെ സഹിച്ച ത്യാഗങ്ങൾക്ക് പരിധിയില്ല ഒരു കാലത്ത്. കാരണം അതിനു മാത്രം ശത്രുക്കളെ പീഡനങ്ങൾ ഏറ്റുവാൻ ഭാര്യയും ഭർത്താവും. അങ്ങനെ തന്റെ ഭർത്താവ്
യുദ്ധത്തിൽ പരിക്ക് പറ്റിയത് കാരണം അങ്ങനെ ഈ ലോകത്തോട് വിട പറയണം. ഓലൊക്കെ നോക്കി നിങ്ങൾ ആ ഉഹദ് യുദ്ധത്തിലെ ഈ പരിക്ക് പറ്റിയ ആൾക്കാരെ സഹായിക്കാനൊക്കെ ഈ അബൂ സലമ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വന്നപ്പോൾ ഉമ്മു സലമ ബാക്കിലൂടെ വെച്ചടിച്ചു അങ്ങോട്ട് എടാ ഒന്ന് നീനോ എന്തേലും ഒന്ന് ചെയ്തു കൊടുക്കാലോ എന്ന് എഴുതിയിട്ട്. അതാണ് അവരൊക്കെ ഈമാൻ. അവസാനം അതിന് അള്ളാഹു കൊടുത്ത ഗിഫ്റ്റാണ് ഏത്? അള്ളാഹിന്റെ തിരുവരുടെ ഭാര്യയാകാനാണ് പിന്നെ അവസരം കൊടുത്തത്. ആ കുട്ടിയാളെ നബിനെ ഏറ്റെടുക്കുകയാണ്. അതുവഴി ആ കുട്ടികളുടെ സംരക്ഷണം മുത്തുനബി ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഒരുപാട്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അവരൊക്കെ അതിന് മാത്രം ത്യാഗം സഹിച്ചു. അതുപോലെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്താപ്പയുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ സഹോദരിയായിരുന്നു മൈമൂന റളിയല്ലാഹു അൻഹ, നബിന്റെ ഇളയമാന്റെ സഹോദരി. അപ്പോ ഈ മൈമൂന ബീവി ഭയങ്കര ഭക്തായിരുന്നു. അത്ര ഈ ഭാര്യമാര് തമ്മിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവല്ലോ. എന്നാൽ ആയിഷ ബീവി ഇടക്കിടക്ക് പറയും മൈമൂനാന്റെ ഭക്തി ഒരു ഭക്തിയാണ് ഓരോ കൂട്ടത്തിൽ. കാരണം ഖദീജ ബീവിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഇവരൊക്കെ വന്നത്. മറ്റുള്ള ഭാര്യമാരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അവസാനമായിട്ട് നബി കല്യാണം കഴിച്ചതാണ് ആരെ? മൈമൂന ബീവിനെ. നബിയുടെ അവസാനത്തെ വിവാഹം അത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യം കൂടിയായിരുന്നു, മൈമൂന ബീവിയെ കല്യാണം കഴിക്കൽ. കാരണം അവർക്ക് ആരുമില്ലാതെ അവർ ഒറ്റപ്പെട്ടു. മൈമൂന ബീവിയെ നബി കല്യാണം കഴിക്കലോടുകൂടെ അത് ആ കുടുംബത്തിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി. അവർക്കൊക്കെ അങ്ങനെയുള്ള വലിയ മഹത്വങ്ങൾ കിട്ടാനുള്ള കാരണം എന്താ? ഒരു പൂർണ്ണമായി എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു. ആ സമർപ്പണത്തിന്റെ എല്ലാ കാലത്തും വർഷത്തിലൊരിക്കൽ നമ്മളിങ്ങനെ അയവറക്കും. ഹജ്ജ് സമർപ്പണത്തിന്റെ വലിയൊരു തെളിവാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഹജ്ജിന് പോയിട്ടില്ലെങ്കിലും നമ്മളെ പ്രതിനിധികൾ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആലോചിച്ച് നോക്കി നിങ്ങൾ 5-6 ലക്ഷം റുപ്യ ചെലവായിക്കാണ്ട് ഇവിടുന്ന് ഇത്ര കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് പോയി അവിടെ ചെന്ന ആരും ചെയ്യേണ്ട ഒരു പണി എന്താ? കഅബ തവാഫ് ചെയ്യും. കഅബ തവാഫ് ചെയ്യുമ്പോഴോ പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ ആ തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന്. അവിടെ തൊട്ടുമുത്താൻ കഴിയൂലെങ്കിൽ എത്ര ദൂരത്താണെങ്കിലും തിരക്കിനനുസരിച്ച് കൈ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. എന്തേ? അപ്പൊ അവിടെ പിശാചി ഇടപെടും. ഒരു കല്ലിനല്ലേ അത് അള്ളാഹ് കൽപ്പിച്ചു. അവിടുന്ന് ആകണം. അവിടുന്ന് തുടങ്ങി കൃത്യം അവിടെ എത്തുമ്പോ 1 2 3 4 5 6 7 ആയാൽ അടുത്ത കൽപ്പന എന്താ? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അത് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അത് ഇബ്രാഹിം മഖാമിന്റെ അടുത്ത് വെച്ചാകണം. എന്തേ? എത്ര കല്ലുണ്ട്? ഇബ്രാഹിം മഖാം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു കല്ലാണ്. ആ കല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇബ്രാഹിം നബിയുടെ കാൽപാദം മയിലുണ്ട്, ചവിട്ടീന്റെ അടയാളം. ഏകദേശം 5000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇബ്രാഹിം നബി കഅബ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റായിട്ട് ഉപയോഗിച്ചതാണ്. അള്ളാഹ് അങ്ങനെ കൊടുത്തതാണ്. കഅബാലയത്തിന് ഉയരം പെടുക്കാൻ വേണ്ടിയിട്ട് അതിമേൽ കയറി അതങ്ങനെ പൊന്തും. ഇതൊരു വലിയ സംഭവമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ കല്ല് ഇബ്രാഹിം നബിന്റെ കാല് തട്ടി എന്നുള്ള ഒറ്റ കാരണമാണ്. അതിനോടുള്ള ആദരവാണ്. അതിൻ്റെ അടുത്ത് നിന്നാണ് ആ സുന്നത്ത് നിസ്കരിക്കേണ്ടത്. അവിടെ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ കാണുക. ഞങ്ങളുടെ കഴിഞ്ഞാൽ പിന്നെ നോക്കി നിങ്ങൾ സഫാ മർവന്റെ അടിയിലൂടെ നടക്കുകയാണ്. ഇത്ര പൈസ ചെലവാക്കി പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കി. നമ്മളെ യുക്തിക്ക് ഒരു സ്ഥാനവുമില്ല. ഒരു പാവപ്പെട്ട പെണ്ണ് നടന്നാണ് അപ്പൊ നമ്മളും അതുപോലെ നടക്കണം. നോക്കി കല്ലേറൊക്കെ നോക്കി ജംറകൾ എറിയുന്ന അത് ഇബ്രാഹിം നബി പിശാചുക്കൾ എറിഞ്ഞതാണ്. അപ്പൊ അതൊക്കെ എന്താ അറിയോ? ഇതാണ് മുസ്ലിം പറഞ്ഞാൽ. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ വിധേയത്വവും അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നവർ പൂർണ്ണമായിട്ട്. അവിടെ പിന്നെ അതെന്താ ഇതെന്താന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ അള്ളാഹ് പറഞ്ഞാൽ തിന്നോളി എന്നാ തിന്നണ്ട എന്നാ തിന്നണ്ട. അപ്പൊ ശവം വേണ്ടെന്ന് പറഞ്ഞാൽ ശവം പാടില്ല. അതെന്താ ഇങ്ങനെ ഗവേഷണത്തിന് വേണ്ട? ഒരു ഹദീസിലൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഗവേഷണം ചെയ്യണം.
അതിൻ്റെ ആവശ്യമില്ല. അക്ഷരം പ്രതി അത് അംഗീകരിക്കുന്നുള്ള അവനാണ് യഥാർത്ഥ മുസ്ലിം. ഇൻഷാ അല്ലാഹ് ഇനി അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൽ അൻആമി ഹമൂലതൻ വഫർശാ. നാൽക്കാലികളുടെ കൂട്ടത്തില് ഭാരം ചുമക്കുന്നതിനെയും അറുത്ത് തിന്നാവുന്നതിനെയും സൃഷ്ടിച്ചതും അവനാണ്. കുലൂ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ആഹരിച്ചോളൂ. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ. പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ. പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. സമാനിയത അസ്വാജ്. 8 ഇനങ്ങളെ നിങ്ങൾക്കവന് അനുവദിച്ചു. മിനൽ ഇനിസ്നൈനു. നെയ്യാടിൽ നിന്ന് 2 എണ്ണം. വമിനൽ മഅസിസ്നൈൻ. കോലാടിൽ നിന്ന് 2 എണ്ണവും. ഖുൽ ആസകറൈനി ഹറമ അമിൽ ഉൻസയൈൻ. ആ 2 എണ്ണത്തിൽ നിന്നുമുള്ള പുരുഷവർഗത്തെയാണോ നിങ്ങൾക്ക് അല്ലാഹു നിഷിദ്ധാക്കിയത്, അതോ പെൺവർഗത്തെയോ? അമ്മശ്തമലത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ. അതല്ല, ആ 2 വർഗത്തിൽ നിന്നുള്ള പെൺമൃഗങ്ങള് ഗർഭം ധരിച്ചതിനെയാണോ, അങ്ങനെയുള്ളതിനെയാണോ അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധാക്കിയത്? അതൊന്നുമല്ലല്ലോ. നബ്ബിഊനി ബിഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ. അറിവോടുകൂടെ ഒന്ന് ഉണർത്തി തരൂ എനിക്ക്, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. നിങ്ങൾക്ക് കഴിയില്ല മക്കളെ. വമിനൽ ഇബിലിസ്നൈൻ. ഒട്ടകങ്ങളിൽ നിന്ന് ആണും പെണ്ണും. വമിനൽ ബഖരിസ്നൈൻ. മാട് വർഗത്തിൽ നിന്നും 2 എണ്ണം. ഖുൽ ആസകറൈനി ഹറമ അമിൽ ഉൻസയൈൻ. ചോദിക്കു നബിയെ അവരോട്, അതിൽ നിന്ന് 2 ആണുങ്ങളെ അതല്ല 2 പെൺവർഗത്തെ ഇതിനെയാണോ അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത്? അമ്മശ്തമലത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ. അതല്ല, ഒട്ടകത്തിൽ നിന്നും ആടുവർഗത്തിൽ നിന്നുമുള്ള പെൺവർഗങ്ങൾ അവർ ഗർഭം ധരിച്ചതിനെയാണോ അല്ലാഹു നിഷിദ്ധാക്കിയത്? അതല്ല, അം കുൻതും ശുഹദാ ഇദ് വസ്വാകുമുല്ലാഹു ബിഹാദാ. അല്ല, നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹു നിങ്ങളോട് ഇന്നത് പാടില്ല എന്ന് പ്രത്യേകം കൽപ്പിച്ചു എന്ന് പറയണേ, നിങ്ങൾ സാക്ഷികളായി എന്നാണോ പറയുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടായോ? അള്ളാഹുവിന്റെ മേലിൽ കളവിനെ കെട്ടിച്ചമച്ചു പറയുന്നതിനേക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? ഇത് ജനങ്ങളെ വഴിവഴിപ്പിക്കാനാണ്. ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തീർച്ചയായിട്ടും അല്ലാഹു അക്രമകാരികളായ ജനതയ്ക്ക് ഹിദായത്ത് നൽകില്ല. ഖുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലൈഹി. അങ്ങനെ നബിയെ അവരോട് പറയുക, എനിക്ക് വഹ്യ് ലഭിച്ചതല്ലാതെ ഒന്നും ഞാൻ കാണുന്നില്ല. അതെന്താ? എനിക്ക് വഹ്യ് ലഭിച്ചതിൽ ഞാൻ കാണുന്ന എന്തു മാത്രാണ്? ഇല്ലാ മുഹറമൻ അലാ ത്വാഇമിൻ യതുഉമു. ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കൽ അള്ളാഹു നിഷിദ്ധമാക്കിയത് എനിക്ക് വഹ്യ് ലഭിച്ചത് ഇത് മാത്രാണ്. അതെന്താ? ഇല്ലാ അയ്യകൂന മൈത, ശവം. ഔ ദമം മസ്ഫൂഹ, ഒഴുകുന്ന ചോര. ഔ ലഹ്മ ഖിൻസീരിൻ, അല്ലെങ്കിൽ പന്നിയുടെ മാംസം. ഇത് 3 എനിക്ക് നിഷിദ്ധാക്കിയത്. അതാണ് എനിക്ക് വഹ്യ് കിട്ടിയത്. അല്ലാത്തൊന്നും ഞാൻ അറിയില്ല. ഫഇന്നഹു റിജ്സുൻ, അത് തെറ്റായത് തന്നെയാണ്, നീചമായത് തന്നെയാണ്. ഔ ഫിസ്ഖൻ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അല്ലെങ്കിൽ ഒരു ദുർനടപ്പ്. അതെന്താ? അല്ലാഹു അല്ലാത്ത വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞർത്ഥം. അത് നമുക്ക് പറ്റില്ല. എന്നാൽ ഫമനിൽ തുറ ഗൈറ ബാഗിൻ വലാദ്, ആഗ്രഹിച്ചവനോ അതിരുവിട്ടവനോ അല്ലാതെ ഇത് തിന്നാൻ നിർബന്ധിക്കപ്പെട്ടവൻ, അത് കുഴപ്പമില്ല. അങ്ങനെ വലിയ നിർബന്ധിത ഘട്ടത്തിലാണെങ്കിൽ ഫഇന്ന റബ്ബക ഗഫൂറുർ റഹീം, നിന്റെ റബ്ബ് എല്ലാം പൊറുക്കുന്നവനും അതുപോലെ തന്നെ കാരുണ്യവാനുമാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين 8 أزواج من الضأن 2 ومن المعز 2 قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين نبئوني بعلم إن كنتم صادقين ومن الإبل 2 ومن البقر 2 قل أذكرين حرم أم الأنثيين أما اشتملت عليه أرحام الأنثيين أم كنتم شهداء إذ وصاكم الله بهذا فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين قل لا أجد فيما أوحي إلي محرما على طاعم يطعمه إلا أن يكون ميتة أو دما مصفوحا أو لحم خنزير فإنه رجس أو فسقا أهل لغير الله به فمن اضطر غير باغ ولا عاد فإن ربك غفور رحيم. صدق الله العلي العظيم.